നമസ്കാരം മിസ്റ്റർ ബോബിറ്റ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ? അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാമോ? അതെ, ആദ്യം വന്ന വീഡിയോകളെല്ലാം നന്നായിട്ടുണ്ട്. രക്ഷ പിടിക്കോ? ക്ലച്ച് പിടിക്കോ? ഇത് സൂപ്പർ അല്ലേ? അതെ, സുഹിത്ത് തുടങ്ങി എന്താ രക്ഷ പിടിക്കാത്ത? നിങ്ങൾ പറഞ്ഞ എന്താ ക്ലച്ച് പിടിക്കാതെ? എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബോബിറ്റ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഒരു വാക്കില്ല എന്നുള്ളതാണ് അതിന്റെ സംഭവം. ഇത് ഇപ്പൊ സുജിത്തിന്റെ തന്നെ ട്രാവൽ ചാനൽ ഇത്രയും സക്സസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഇത് മെയിൻ തിങ് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ നമ്മൾ ഈ ചാനലിൽ ഒരു ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇത്ര ദിവസം ആക്കി ഇതൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി അതിന്റെ കൺസിസ്റ്റൻസി ഇപ്പൊ ഇച്ചിരി കുറയുന്നുണ്ട്. പക്ഷേ അത് സുജിത്തിന്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് എവിടെ വീഡിയോ എന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞൊരു 10 മാസമായിട്ട് വിദേശ യാത്ര ആയതുകൊണ്ട് എനിക്ക് മടുത്ത്, അതായത് നിങ്ങൾക്ക് അറിയാലോ, അവസാനം ആയപ്പോഴത്തേക്കിനും മടുത്ത് വെറുത്ത് കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കുക, നാട്ടിലിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പൊ നമുക്ക് വീഡിയോ ഇട്ടാലും നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കയറി വരും, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ക്ലോസ് ഫ്രണ്ട്, മൈ മെന്റർ എല്ലാമായിട്ടുള്ള ശ്രീ ബോബിറ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. പിന്നെ എന്താ പറയുക, ബോബിറ്റ് ഉള്ളതുകൊണ്ടാണ്, ബോബിറ്റും കൂടെ കാരണമാണ് ടെക്ട്രാവീറ്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങിയതും ഇങ്ങനെയൊക്കെ ആയി തീർന്നതും ഒക്കെ. സോ താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ്. പിന്നെ സുജിത്ത് പലപ്പോഴും ഞാൻ പറയാറുണ്ടായിരുന്നു ഒരു ലൈക്ക് സുജിത്തുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഒരു യൂട്യൂബർ ആയെന്നുള്ളത്. യൂട്യൂബർ ഇപ്പോൾ സുജിത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് ഇതിനകത്തൊരു കീ. ഓക്കെ, അപ്പം ഈ ചാനലിലും അത്തരം വീഡിയോസ് വരികയും ഒരു ഫാൻ ഫോളോ ഈ യൂട്യൂബ് ചാനലും വരുമ്പോൾ ഇന്ന് കൂടുതൽ വ്യൂവിലേക്ക് എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ് പല സ്ഥലത്തു നിന്നും വന്നത്. അതെ, ഒന്ന് ആദ്യമേ തന്നെ കുറെ ആളുകൾക്ക് നമ്മുടെ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് ട്രാവൽ ടിപ്സ് ഷെയർ ചെയ്യുന്നു, പിന്നെ യാത്രാ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങൾ, ലൈക്ക് യാത്രാ വീഡിയോകൾ ഒഴികെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പൊളിറ്റീഷ്യൻസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കിനും ആളുകൾക്ക് കൺഫ്യൂസിങ് ആയിപ്പോയി. ലൈക്ക് ഇസ് ഇറ്റ് ഇന്റർവ്യൂ, ഇസ് ഇറ്റ് പോഡ്കാസ്റ്റ്, ഇതെന്താ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. പലർക്കും ചാനലിന്റെ പേര് സുജിത് ഭക്തൻ എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ആളുകളെല്ലാവരും ചാനലിന്റെ പേര് നോക്കുന്നില്ല. ആളുകൾ വിചാരിച്ചത് ഇത് ടെക് ട്രാവലേറ്റ് ചാനലാണോ, സുജിത് ഭക്തൻ ചാനലാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇനിഷ്യലി ഉണ്ടായിരുന്നു. സ്ലോലി അതിങ്ങനെ പതുക്കെ മാറി വരുന്നു. എന്തായാലും സുജിത് ഭക്തൻ എന്നാണ് ചാനലിന്റെ പേര്. പോഡ്കാസ്റ്റിന്റെ പേര് ചാറ്റ് വിത്ത് ഭക്തൻ. അങ്ങനെയാണ് ഇപ്പൊ തൽക്കാലം കൊണ്ടുപോകുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ക്രോസ് പ്രൊമോഷനും. അതെ, കാരണം യൂട്യൂബിന്റെ യൂസ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 2-3 months ബാക്ക് ആണോ ഞാൻ കണ്ടത് നെറ്റ്ഫ്ലിക്സിനെ ഓവർടേക്ക് ചെയ്തു എന്നാണ്. അതായത് നെറ്റ്ഫ്ലിക്സിനെ കാണുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ യൂട്യൂബ് ആണ് കാണുന്നത്. അപ്പം തീർച്ചയായും എല്ലാ കമ്മ്യൂണിറ്റി പോലെ തന്നെ മലയാളികളും കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഭവം യൂട്യൂബ് നെറ്റ്ഫ്ലിക്സിനെ മറികടന്നു എന്നും പറഞ്ഞുകൊണ്ട് മുറിച്ചിട്ട് ഒരു 60 സെക്കൻഡ് ഷോർട്സ് ആയിട്ടിട്ട് അതായിരിക്കും ചിലപ്പോൾ ഒരു 1 million ആൾക്കാർ കാണുന്നത്. നമ്മുടെ ഈ ഒരു മുഴുനീള പോഡ്കാസ്റ്റ് ചിലപ്പോൾ 10,000-10,000 പേരെ കണ്ടെന്ന് വരുള്ളൂ. അതാണ് ഇതിനകത്ത് സ്ട്രാറ്റജി. അത് എന്തിലും ഇപ്പോൾ ലൈക്ക് ഈ ചെറിയ ഷോർട്ട് വീഡിയോസിൻ്റെ എല്ലാം ആ ഒരു ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം പക്ഷെ അത് ആ ഒരു വീഡിയോയുടെ ഒരു ഹൈപ്പ് വന്നു, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൂടുതൽ കണ്ടു എന്ന് വിചാരിച്ച് ആ ചാനൽ സക്സസ് ആവണമെന്നില്ല. ചാനൽ സക്സസ് ആവണമെങ്കിൽ തുടർച്ചയായി ക്വാളിറ്റി ഉള്ള വീഡിയോകൾ തന്നെ ഇടണം. അതെ, അപ്പോൾ അതാണ് എനിക്ക് ചിലർ തംബ്നെയിലൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് മാത്രം ചാനലിന് വ്യൂ കൂട്ടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആണോ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ വീഡിയോ കൂടുമായിരിക്കും. പക്ഷേ തുടർച്ചയായിട്ടൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഏത് ചാനലോ എന്ത് സക്സസ് ആണെങ്കിലും കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ക്വാളിറ്റി അപ്ലിഫ്റ്റ് ചെയ്യണം, ക്വാളിറ്റി ഇൻഫർമേഷൻ കൊടുക്കണം, സ്റ്റോറീസ് പറയണം. ഈ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു കൺഫ്യൂസിങ് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുന്നത് ഗൂഗിൾ ഡിഫൈൻ ചെയ്യുന്ന പലപ്പോഴും അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാമറയുടെ ആംഗിളോ ലൈറ്റോ ഒന്നും ആവണമെന്നില്ല, അതിനകത്ത് ചെയ്യുന്ന സ്റ്റോറീസ് ആവാം, സ്റ്റോറി ആവാം. ഇപ്പോൾ സുജിത്ത് ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു
കടല വറക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു, ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ ആ കടല വറക്കുന്ന അവരുടെ കഥ പറയുന്നത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും, അവരുടെ ആ സ്റ്റോറി. അപ്പോൾ പക്ഷേ ആ സ്റ്റോറിക്ക് ഇപ്പോൾ മൂന്നാറാണ് കൂട്ടി, മൂന്നാറിൽ തന്നെ ഏറ്റവും നല്ല വ്യൂ ചെയ്ത വീഡിയോ എടുക്കുന്നേക്കാളും വ്യൂസ് ആ സ്റ്റോറി പറയുമ്പോൾ കിട്ടും. അപ്പോൾ ക്യാമറയൊക്കെ പിന്നെയാണ് ശരിക്കും പറഞ്ഞത്, സ്റ്റോറി ടെല്ലറാണ് ശരിക്കും. അത് ശരിയാണ്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ നിർമ്മിച്ച വീഡിയോസ് ചില സമയത്ത് ശ്രദ്ധ ആകർഷിക്കപ്പെടാതെ പോവുകയും വളരെ റാൻഡം ആയിട്ടിട്ട സംഭവങ്ങളൊക്കെ വൈറലായി പോവുകയും മില്യൺസ് ഓഫ് ആളുകൾ കാണുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ സുജിത്തിനെ പോലെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സുജിത്തിന് സ്റ്റോറീസ് കിട്ടുള്ളൂ. പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ദിവസം നല്ലൊരു സ്റ്റോറി കിട്ടുമോ. പക്ഷെ ട്രാവലാണല്ലോ അതിൻ്റെ ഫണ്ടമെൻ്റൽ തിങ്. അപ്പോൾ അതിന് തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ സക്സസ്. അതെ, എന്തായാലും ട്രാവലും സ്റ്റോറീസും പല പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ലൈക്ക് ഞാൻ കുറേ അധികം ഉപയോഗിക്കുന്നത് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ലൈക്ക് എന്താ സംഭവം എനിക്കറിയില്ല, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ? അതെ, അതിപ്പം ഓരോരുത്തർക്കും ഓരോ സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടാവുമല്ലോ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും കേൾക്കുമ്പോഴായിരിക്കും ഫില്ലിംഗ് വേർഡ്സ് എന്ന് പറയും. അതാണ് സംഭവം. നമുക്ക് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ ചില വേർഡ്സ് യൂസ് ചെയ്യും. അതിനെയാണ് ഫില്ലിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, എന്താ അങ്ങനെ പല ആൾക്കാരും റെഗുലർ ആയിട്ടൊരു വേർഡ് യൂസ് ചെയ്യും, ഫില്ലിംഗ് വേർഡ്സ് ആയിട്ട് വരും. അതെ, അത് പിന്നെ ഒരു സ്റ്റൈൽ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി. കുറച്ച് ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിലും ഏത് വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അതിൽ പിന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അധികം കമന്റ്സ് ഒരു കാര്യം മോശമാണെന്ന് വന്നാൽ നമ്മൾ തീർച്ചയായും നോക്കണം. അതെ, പിന്നെ ഈ കമന്റ് ബോക്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് കമന്റ് ബോക്സ്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ വീഡിയോ കാണുന്നതിൽ ഒരു ലെസ് ദാൻ 2%, 3% ആൾക്കാരായിരിക്കും കമന്റുകൾ. അതെ, അതിനിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പലരും ചിലപ്പോൾ സ്മാർട്ട് ടിവിയിലാണ് കാണുക, അപ്പോൾ കമന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർ കമന്റ് ചെയ്യണമെന്നില്ല, ആഗ്രഹമുണ്ടെങ്കിൽ പറയണമെന്നില്ല. അങ്ങനെ പിന്നെ ചിലവർക്ക് ടൈപ്പ് ചെയ്യാനുള്ള മടിയുണ്ടാവാം. പക്ഷെ അത്രയും എഫേർട്ട് ഇട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ്സിനെ നമ്മൾ മാനിക്കേണ്ടതാണ്. തീർച്ചയായും. എക്സെപ്റ്റ് നമ്മളെ തെറി വിളിക്കുന്ന ആളുടെ കമന്റിനെ പോലും നമ്മൾ അവന്റെ ടൈമിനെ പോലും നമ്മൾ മാനിക്കേണ്ടതാണ്. അത്രയും ടൈമും എഫേർട്ടും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ വീഡിയോ ബെറ്റർ റീച്ച് ചെയ്യാനും അയാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതെ, അപ്പോൾ അത് പ്രത്യേകിച്ചും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അതെ അത് ഭയങ്കര സംഭവമാണ്. ഇപ്പം നെഗറ്റീവ് കമന്റുകൾ അങ്ങനെ വരുന്ന കമന്റ്സ് ഒക്കെ ഞാനിപ്പോൾ പിൻ ചെയ്ത് വെക്കാറുണ്ട്. കാരണം അവർക്കൊരു എൻകറേജ്മെന്റ് ആയിക്കോട്ടെ. പിന്നെ എല്ലാ നെഗറ്റീവ് കമന്റ് ഇപ്പോൾ ലൈക്ക് അല്ലാതെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ മോശപ്പെടുത്തുന്ന കമന്റ്സ് അല്ലാതെ പോസിറ്റീവ് ക്രിറ്റിസിസംസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, നമ്മളുടെ ചാനലിനെ ബെറ്റർ ആക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ചിലവർ പറയുകയാണ് ഇത്രയും കുറച്ചും കൂടി വീഡിയോസിൽ എന്ത് വേണമെന്ന്. അത് അവരുടെ ആഗ്രഹമായിരിക്കാം. പക്ഷെ അങ്ങനെ നൂറുകണക്കിന് ആളുകൾ വീഡിയോയിൽ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൂഗിൾ പാർട്ട്നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ പറയുന്നതിലും നല്ലതായിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഒന്ന് പറയുമോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ജാവ പ്രോഗ്രാമറും ട്രെയിനറും ആയിട്ടായിരുന്നു. ആദ്യം ജാവ ട്രെയിനറായിട്ട്, ദെൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു, വെബ്സൈറ്റ് ഡിസൈൻസ് ഒക്കെ ചെയ്തു. കുറച്ചുള്ള വെബ്സൈറ്റ് ഡിസൈൻ, ഹോസ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ളൊരു രീതി ചെയ്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വെബ്സൈറ്റ് ചെയ്യുക എന്നത് ഒരു ബേസിക് ഒരു ഫണ്ടമെൻ്റൽ തിങ്ങാണ്. അതിൻ്റെ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിന് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തീർന്നു. അവിടെ നിന്നാണ് എനിക്കൊരു എനിക്കൊരു തോട്ട് പ്രോസസ്സ് വന്നത്, എന്തുകൊണ്ട് വിജയിപ്പിച്ചുകൂടാന്ന്. ഓക്കെ, അതായത് ക്ലയൻസിൻ്റെ ബിസിനസ് വിജയിപ്പിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലോങ് അവരുമായിട്ടൊരു എന്താ പറയുക ലോങ് റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പം അത് പല രീതിയിലും ഗുണമാവും. അവരുടെ ബിസിനസ് വളരെ അതായത് ഞാൻ തന്നെ ഡിഫൈൻ ചെയ്യാറുണ്ട്, വിജയിക്കാൻ മെൻറ്റാലിറ്റി ഉള്ളവരോടൊപ്പം കൂടാതെ. ഞാൻ ചിലപ്പോൾ പറഞ്ഞു വിജയിക്കുന്നവരോടൊപ്പം കൂടണം എന്ന് ഞാൻ ചിലവരോട് പറയാറുണ്ട്. വിജയിച്ചവരോട് വിജയിച്ചവരോടൊപ്പം. പക്ഷേ ചിലവരോട് ചോദിച്ചു എന്തിനാ വിജയിച്ചവരോടൊപ്പം കൂടണ്ടേ, ഒപ്പം കൂടിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യട്ടെ. പക്ഷേ വിജയിച്ചവരോട് ഉദ്ദേശിച്ചത് അത് ഫിനാൻഷ്യലി വിജയിച്ചതല്ല, വിജയിക്കാനുള്ള മെൻറ്റാലിറ്റി ഉള്ളവരോടൊപ്പം കൂടുക. വിജയിക്കാനുള്ള മെൻറ്റാലിറ്റി ഉള്ളവരോടൊപ്പം കൂടി കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എക്സിക്യൂട്ട് ചെയ്യും. എക്സാമ്പിൾ, ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആ വീഡിയോസ് കറക്റ്റായിട്ട് റീച്ച് ചെയ്യിക്കണം.
അവർക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ഇത് സക്സസ് പോസിറ്റീവായിട്ട് കൊണ്ടുള്ള മെൻറ്റാലിറ്റി അവർക്കുണ്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ നിന്ന് മാറി ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ ചേഞ്ച് ഓവർ എനിക്കും സംഭവിച്ചത്. ഓക്കെ. അപ്പം പിന്നെ കുറച്ചധികം ക്ലയൻറ്റ്സ് വന്നു. കൂടുതലും വന്നത് ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ, വെൽനസ് അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. പിന്നെ ഈ കൊമേഴ്സ്, അങ്ങനെ ഇപ്പോൾ എഡ്യൂക്കേഷൻ, കുറച്ച് യൂണിവേഴ്സിറ്റികളും അങ്ങനെ. ഞാനൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള പല റിസോർട്ടുകളുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് ബോവിറ്റാണ്. റൈറ്റ്. എനിക്കും നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് എനിക്കൊന്ന് മൂന്നാറായിരിക്കും. മൂന്നാറാണോ നമ്മൾ പോയി ചെയ്തത്? അത് രണ്ട് രീതി ചെയ്തു. നമ്മളൊന്ന് സുയിത്ത് ആദ്യം നമ്മളൊന്ന് ട്രാവൽ ചെയ്തതെല്ലാം വോയിസ് ഇല്ലാതെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഉണ്ട്, സോണിയുടെ ഒരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തു, അത് വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം അതിനകത്ത് നമുക്ക് വ്യൂ കിട്ടിയില്ല. വ്യൂ അത് കണ്ടു. പിന്നെ അന്നത്ര ആളുകളും യൂട്യൂബ് കണ്ടു തുടങ്ങിയിട്ടില്ല. പിന്നെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ തേക്കടിയിലൊരു റിസോർട്ടിൽ പോയി ചെയ്തു. അപ്പം അങ്ങനെ തേക്കടി ട്രാവൽ ചെയ്തു. പിന്നെ നമ്മൾ മൂന്നാർ പോയി. പിന്നെ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് കുട്ടിക്കാനം അവിടെ ചെയ്തു. പിന്നെ കോട്ടയത്ത് ചെന്നപ്പോഴാണ് സുജിത്ത് ഇങ്ങനെ നമ്മൾ രണ്ടും ഉണ്ട്. അപ്പോൾ സുജിത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് നടന്നു വന്നിട്ട് ചോദിക്കുവാണ്, എന്നാൽ എൻ്റെ മുഖം ഫേസ് കാണിച്ച് വീഡിയോ എടുത്ത് എങ്ങനെയുണ്ടാവുമെന്ന്. എന്നാൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് അത് ഭയങ്കര വൈറലായിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ 365 ദിവസം മഴയുള്ള റിസോർട്ട്സ്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആളുകൾക്ക് അവിടെ ഒരു പേഴ്സണലൈസർ കിട്ടി. ഒരാൾ പറയുവാണ്. അതുവരെ കേട്ടത് സൗണ്ട് മാത്രമായിരുന്നു, ഇങ്ങനെ മ്യൂസിക്കും ഒരു ഇത്. രണ്ടാമത് അതിനകത്ത് കണ്ടത് ക്യാപ്ഷൻ. അതെ, 365 ദിവസവും മഴയുള്ള റിസോർട്ട്സ്. അതിപ്പോഴും ആ വേർത്താണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പോലും അവിടെ എനിക്ക് എത്ര വർഷങ്ങളായിട്ടുണ്ടോ, 6-7 വർഷമായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം പോലും അവിടെ ലൈക്ക് സുജിത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ രണ്ട് ഫാമിലി അവിടെ നിൽക്കുന്നു, ട്രിവാൻഡ്രത്തുനിന്ന് വീഡിയോ കണ്ടിട്ട്. അപ്പം അതാണ് ഇൻഫ്ലുവൻസിൻ്റെ ഒരു മാറ്റം. ശരിക്കും ആ സമയത്ത് നമ്മളങ്ങനെ പതുക്കെ തുടങ്ങി പിന്നെ ഗ്രാജുവലി ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ ചെയ്ത് ഒരു ലെവലിലേക്ക് മാറി വന്നതാണ് അല്ലേ? അതെ, ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ടു. ഇപ്പം എല്ലാം പെർഫെക്റ്റായ വീഡിയോസ് ഇടാൻ പറ്റും. ഇപ്പോൾ ഒരു റിസോർട്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആ റിസോർട്ട് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റായിട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലുണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തു സുജിത്ത്. ഒരു ക്വാളിറ്റി ഉള്ളത്, ഒരു ബേസിക് ക്വാളിറ്റി ഉള്ള അധികം പ്രോപ്പർട്ടീസ് ചെയ്തു. ശരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു റിസോർട്ടിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് നമ്മളൊക്കെ തന്നെ ആയിരിക്കും. അതെ, അങ്ങനെ ആയിരിക്കാം. നമുക്കിത് സ്വയമായിട്ട് തള്ളാനുള്ള അവസരമായി പ്രഖ്യാപിച്ച് നമുക്ക് അങ്ങോട്ട് അങ്ങനെ പറയാം. പക്ഷെ പറയാമെങ്കിലും എനിക്കൊരു മെൻറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോഗ്രാം എൻ്റെ മനസ്സിലുണ്ട്. അതൊരു സഫാരി TV ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ബേസിക് പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് ബേസിക് പറഞ്ഞാൽ അവർ ഈ ലക്ഷറി റിസോർട്ടുകളിൽ വന്നിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് ഞാൻ പലപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ റൈറ്റേഴ്സിനെ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു, ഈ റിസോർട്ടുകളിലെ റൈറ്റേഴ്സ്. അപ്പം അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലോഗേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ സുജിത്തിനായിട്ട് നമ്മൾ കണ്ടപ്പോഴാണ് സുജിത്ത് എന്നോട് പറയുന്നത്, സുജിത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇനി ഈ സൈറ്റ് പോലെ യൂട്യൂബ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തുകൂടാ. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഭയങ്കര അഡ്വാൻറ്റേജ്. ആ സമയത്ത് ഞാൻ എന്തോരം റിസോർട്ടുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാമോ? ഞാൻ പണ്ട് മുതലേ ചെയ്യുന്നൊരു സംഭവമാണ്. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ലൈക്ക് നമ്മുടെ നാട്ടിൽ അറിഞ്ഞോ അറിയാതെ കിടക്കുന്ന ധാരാളം നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടുകളുണ്ട്. അപ്പം ഇൻഫ്ലുവൻസിങ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ഒരു മാസ് ആളുകളുടെ അടുത്തേക്ക്, ഒരു നമ്പർ ഓഫ് ഓഡിയൻസിലേക്ക് എത്തുന്നത്. അപ്പം അവരുടെ തോട്ട് പ്രോസസ്സ് മാറുവാണ്. ഇങ്ങനെ പോയി താമസിക്കുന്നത് ഓവർ എക്സ്പെൻസീവ് ഒന്നും അല്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഒരു ചേഞ്ച് ഓവർ നടത്താൻ പറ്റി എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ അതിനെല്ലാത്തിനും ഏത് മാർക്കറ്റിങ്ങിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചത് വളരെ സക്സസ് ആയിരുന്നു. എൻ്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് എത്തിയപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് ആളുകളുടെ അവരറിയാതെ തന്നെ അവരുടെ സ്വഭാവത്തിലോ അവരുടെ ആറ്റിറ്റ്യൂഡിലോ വരുന്നൊരു ചേഞ്ച് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ശരിക്കുള്ള ആഗ്രഹം, സ്വപ്നം തന്നെ. ഇപ്പോഴും അങ്ങനെ എൻ്റെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അധികം നമുക്ക് കേരളം എന്ന് പറഞ്ഞാൽ അധികം നല്ലൊരു ക്ലൈമറ്റാണ്, എന്തും വളർത്താൻ പറ്റും.
ഓരോ വീടുകളിലും ഇപ്പോൾ സ്ഥലമുള്ള ഒരു കൃഷി ചെയ്യാൻ വീടുന്നുള്ളൊരു 2 പേര നട്ടാൽ തന്നെ കേരളത്തിലുണ്ടാകുന്ന ചേഞ്ച് ഒന്നും ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ തന്നെ പലപ്പോഴും പല സീസണിൽ നല്ല ഫ്രൂട്ട്സ് അല്ല, ഇപ്പോൾ മാംഗോ സീസണിലൊക്കെ നല്ല മാംഗോസ് വരെ ഉണ്ടാകും, പലപ്പോഴും നല്ല ഫ്രൂട്ട്സ് പോലും അല്ല അവിടെ. പക്ഷെ ഓരോ വീടുകളിലും ഒരു ചെടി വളർത്തിയാൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഹ്യൂജാണ്. അതെ, ഭയങ്കര ഹ്യൂജാണ്. ശരിയാണ്. അവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് പല രീതിയിൽ. അവർക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം, സ്വന്തമായിട്ട് കഴിക്കാം, അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടും. അങ്ങനെയുള്ള ഒരു ഹ്യൂജ് മൈൻഡ് സെറ്റിലേക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എൻ്റെ സ്വപ്നവും. ഞാൻ അതിലൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല, ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കും ഈ പറഞ്ഞ പല താല്പര്യങ്ങളും ഉള്ള ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ബ്ലോഗ് എഴുതി തുടങ്ങി 2006, 2008 ഞാൻ ബ്ലോഗ് എഴുതി തുടങ്ങി പതുക്കെ ഈ ആഡ്സെൻസിനെ പറ്റി പഠിക്കുകയും ആഡ്സെൻസിന്റെ റവന്യൂ ഉണ്ടാക്കി തുടങ്ങുകയും 2 വർഷം എടുത്ത് എനിക്ക് ആദ്യത്തെ ഒരു $100 ചെക്ക് കിട്ടാനായിട്ട്. 2010 എനിക്ക് ആദ്യത്തെ $100 ചെക്ക് കിട്ടുന്നത്. അന്ന് ചെക്കാണല്ലോ, സിറ്റി ബാങ്കിന്റെ ഒരു ചെക്ക് വരും. 2003 ജൂണിലാണ് ഗൂഗിള് ആഡ്സെൻസ് പ്രോഗ്രാം തുടങ്ങുന്നത്. വേൾഡ് വൈഡ് ആണ് പ്രോഗ്രാം തുടങ്ങുന്നത്. എന്നിട്ട് 2010 ചെക്ക് കിട്ടുന്നു. ചെക്ക് കിട്ടിയപ്പോഴത്തേക്കിന് എനിക്ക് ബാങ്കിൽ കൊടുത്ത് അന്നത് ട്രാൻസ്ഫർ ആയി മാറി വരാൻ 21 ദിവസം എടുക്കും. ഈ മാസത്തെ ചെക്ക്, ഒന്നാമത് ഈ മാസത്തെ പേയ്മെന്റ് അടുത്ത മാസമേ വരുള്ളൂ. അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോയിട്ട് ക്ലിയർ ചെയ്ത് വരണം. ആ ചെക്ക് എറണാകുളത്ത് കൊടുത്ത് അത് വേറെ എവിടെയോ പോയി ക്ലിയർ ചെയ്ത് വരണം. അപ്പോൾ ഇതെല്ലാം വന്ന് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാം പരിപാടി, ഇതിനകത്ത് ഒരു ഭാവിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഇത് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങി. അങ്ങനെ ഗൂഗിൾ ബ്ലോഗുകൾ എഴുതി തുടങ്ങി. ബ്ലോഗിൽ നിന്ന് പതുക്കെ വെബ്സൈറ്റുകളിലേക്ക് മാറി. അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ലൈക്ക് ഇതിനകത്ത് ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, കാരണം ഇത് ഈ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിനിൽ കൂടെ ആളുകൾ തപ്പി വന്നാലേ നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിനിലേക്ക് പുഷ് ചെയ്യാം എന്ന് നമുക്ക് പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ പിന്നെയാണ് കീവേഡ്സിനെ പറ്റി മനസ്സിലായി, SEO എന്താണെന്ന് പഠിച്ചു തുടങ്ങി. ഇതൊക്കെ നമ്മളിരുന്ന് പഠിക്കുകയാണ്, ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് ആ സമയത്തൊന്നും അങ്ങനെ ഒരു ലൈക്ക് ഓഫ്ലൈൻ കോഴ്സസോ യൂണിവേഴ്സിറ്റി കോഴ്സസ് ഇല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഇന്റർനെറ്റിൽ നോക്കി അപ്പൊ മറ്റ് ബ്ലോഗേഴ്സ് എഴുതിയ ആർട്ടിക്കിൾസ് കാണുന്നു, അത് വായിക്കുന്നു, പഠിക്കുന്നു. പിന്നെ ഗൂഗിളിന്റെ തന്നെ കോഴ്സുകൾ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഗൂഗിളിന്റെ കോഴ്സസ് ഉണ്ട്. ലേൺ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ വെബ് പോർട്ടൽസ് ഉണ്ട്. ദെൻ യൂട്യൂബിന്റെ വീഡിയോ പോഡ്കാസ്റ്റുകളും വീഡിയോസ് ഉണ്ട്. ഇപ്പൊ അവരുടെ സോഴ്സസ് അവരുണ്ട്. പിന്നെ ഗൂഗിൾ ആഡ്സ് ആണെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ എക്സാംസ് ഉണ്ട്. ദെൻ ഗൂഗിൾ ആഡ്സിന്റെ പാർട്ണർ മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരിപാടികളുണ്ട്. അപ്പൊ ഇപ്പോഴും കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ പഠിക്കാനുള്ളവർക്ക് കുറച്ചും കൂടി അന്നത്തെ കാലത്തും വളരെ സ്ട്രക്ചേർഡ് ഡേറ്റ ഇപ്പൊ അവൈലബിൾ ആണ്. ഒരു സിലബസ് പോലെയൊക്കെ ഏകദേശം ആയി മാറി. പല ആൾക്കാരും പേഴ്സണൽ ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. ഞാൻ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും. പിന്നെ വേറെ കാര്യം, ട്രെയിനിങ്ങിന്റെ കാര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരാളുടെ നമുക്കൊരു ഓക്കെ ദിസ് ഇസ് ഫൈൻ, ജസ്റ്റ് ഡൂയിങ് ഗുഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോളജ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ, സുജിത്ത് തന്നെ എങ്ങനെ യൂട്യൂബേഴ്സ് ആകണം, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത സമയത്ത് എങ്ങനെ യൂട്യൂബർ ആവാമെന്നും പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, ആ യൂട്യൂബ് അങ്ങനത്തെ എത്രയോ പേര് കണ്ടിട്ട് എന്റെ ക്ലാസ്സിൽ വന്ന പല ആൾക്കാരും എന്നെ കാട്ടി കൂടുതൽ ഫോളോവേഴ്സ് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് പലപ്പോഴും ഇത്തരം നമ്മളൊരു ഇൻഫോർമേഷൻ പറഞ്ഞു കൊടുക്കുവാണല്ലോ, അത് നമുക്കും നല്ലതാണ്, നമുക്കും മൂവ് ചെയ്യാൻ പറ്റും. ഒക്കെ ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്, ഇടയ്ക്ക് ക്ലാസ്സുകൾ നടത്താറുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസ്പെഷ്യലി ബിസിനസ് പീപ്പിളിന് നടത്താറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗവൺമെന്റിന് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാർക്കറ്റിംഗ് പഠിക്കുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അന്ന് എന്തോട്ട് ടേംസ് ഓഫ് SEO മാർക്കറ്റിംഗ്, സെർച്ച് മാർക്കറ്റിംഗ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. പിന്നെയാണ് സോഷ്യൽ മീഡിയ വരുന്നത്. ഇനിയിപ്പോ വരുന്നത് ഇപ്പം എവിടെ മാർക്കറ്റിംഗ് നടത്തിയാലും അവിടെ ആള് വേണമല്ലോ. അപ്പോൾ ഇപ്പം ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്നല്ല, അതല്ല, AI വന്നതോടുകൂടി ഒരു ചേഞ്ച് ഉണ്ടാവും. ടച്ച് പോയിന്റ്സ് ഡിഫറെൻ്റ് ആവും. അതായത് ഡിഫറെൻ്റ് ഓരോ യൂസേഴ്സും, ഇപ്പം എക്സാമ്പിൾ ഒരു റിസോർട്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു കൊമേഴ്സിൻ്റെ ആണെങ്കിലും യൂസേഴ്സ് ഡിഫറെൻറ്റ് പ്ലേസസിൽ നിന്നായിരിക്കും എൻ്റർ ചെയ്യുന്നത്.
പണ്ട് ഗൂഗിളിൽ നിന്ന് ആയിരിക്കും, ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് വരാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരാം, ഫേസ്ബുക്കിൽ നിന്ന് വരാം, ലിങ്ക്ഡിൽ നിന്ന് വരാം, ഇനി ChatGPT അങ്ങനെയുള്ള AI ടൂൾസ് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഇ കൊമേഴ്സിൻ്റെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ChatGPT എന്നാണ് ബൈങ് നടന്നേക്കുന്നത്. ആളുകൾ ChatGPT പോയി സെർച്ച് ചെയ്തു, ബെസ്റ്റ് ഇന്ന പ്രൊഡക്ട്സ് എന്ന് സെർച്ച് ചെയ്തു, ദെൻ ദ ലാൻഡിങ് ഇൻ ദ വെബ്സൈറ്റ് ആൻഡ് പർച്ചേസ് സം പ്രൊഡക്ട്സ്. ശരി. അതെ. അപ്പോൾ അതായത് ChatGPT സജസ്റ്റ് ചെയ്ത് തുടങ്ങി. തീർച്ചയായും ChatGPT സജസ്റ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ. ChatGPT ChatGPTക്കും പൈസ കൊടുക്കേണ്ടി വരുമോ? പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പെയ്ഡ് ആഡ് നടത്തി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. ഇംപ്ലിമെന്റ് ഇപ്പോൾ ഗൂഗിൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗൂഗിളിന്റെ AI സെർച്ച് വരും, ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ കാണുന്ന സെർച്ചും കൂടി വരും. അപ്പോൾ ജനറേറ്റീവ് AI എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിസൾട്ട്സ് ചോദിച്ചു, ഇപ്പോൾ എക്സാമ്പിൾ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കേരള എന്ന് നമ്മളൊരു അല്ലെങ്കിൽ ഒരു സെർച്ച് ടൈം ചോദിക്കുമ്പോൾ അതിന് പല തരത്തിലുള്ള ആൻസേഴ്സ് പല AI-യിൽ കിട്ടാം. ഓക്കെ. അപ്പം ആ AI തന്നെ പേഴ്സണലൈസ്ഡ് റിസൾട്ട്സും കൊടുക്കാമായിരിക്കും. അപ്പോൾ ലൈക്ക് അൽഗോരിതം ഇതിനകത്ത് ടെക്നോളജിയുള്ള ചേഞ്ച് ഭയങ്കര ആയിരുന്നല്ലോ. അതെ. പക്ഷേ ഗൂഗിളിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ പല പ്രൊഡക്റ്റുകൾ, സ്പെഷ്യലി സെർച്ച്, അതൊക്കെ ഏറ്റവും ഒരു 20-25 വർഷത്തോളം അത് സ്റ്റെബിലൈസ് ചെയ്ത് നിന്നു. രണ്ടാമത് ഇപ്പോൾ AI ടൂൾസ് ആണെങ്കിലും ഡൂയിങ് ഗുഡ്. ഗൂഗിൾ പറഞ്ഞ പോലെ കാലത്തിനനുസരിച്ച് മാറി അവർ മാറുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷെ അവർക്കും ഫ്ലോപ്പ് ആയിട്ടുള്ള പല പരിപാടികളുണ്ട്. എല്ലാ പ്രൊഡക്ട്സുകൾ ഇഷ്ടംമാതിരി ഇതുണ്ട്. പക്ഷെ നമ്മൾ വിജയിക്കുന്നവരുടെ കണക്കാണല്ലോ എടുക്കുന്നത്. വിജയിക്കുന്നവരുടെ കൂടെ നമ്മൾ വിജയിക്കുന്നവരുടെ കൂടെ നിൽക്കുക, അതാണ് ചെയ്യുക. ലൈക്ക് വിജയിക്കുന്നവരുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. വിജയിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് വിജയിക്കുന്ന മെൻറ്റാലിറ്റിയുള്ള മൈൻഡ് സെറ്റുള്ളത്. വിജയിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ വിജയിച്ച പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്ററാണ്, നമ്മൾ ഓക്കെ ഗൂഗിളിൻ്റെ ഇന്ന ഫെയിൽഡ് പ്രൊഡക്റ്റ് ഉണ്ട് എന്നാൽ നമ്മളത് ഗൂഗിൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല യൂസറിന് എന്താണോ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം അതാണ്. പലരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഈസ് ഗുഡ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നല്ല ബിസിനസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ല ഇൻസ്റ്റാഗ്രാം റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ബിസിനസ് നല്ലപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടൊരു മാർക്കറ്റിംഗ് അതത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഈ 3 മീഡിയ എടുത്ത് നോക്കുമ്പോഴും യൂട്യൂബിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സെർച്ചും കൂടിയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സെർച്ചിൽ വന്നു തുടങ്ങി. ഇൻസ്റ്റാഗ്രാം അത് ഗൂഗിളിൻ്റെ സെർച്ചിൽ വന്നു തുടങ്ങി. അത് ഞാൻ അത് വന്നു തുടങ്ങി. പക്ഷേ യൂട്യൂബ് ഇറ്റ്സെൽഫ് എ വീഡിയോ ഡിസ്കവറി പ്ലാറ്റ്ഫോം. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ നോക്കുകയാണ്, അപ്പോൾ ബെസ്റ്റ് റിസോർട്ട് ഇൻ മൂന്നാർ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണ്. ഓക്കെ. ഇറ്റ്സ് എ സെർച്ച് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളുടെ വീഡിയോ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ആ സെർച്ച് വരുന്ന റിസൾട്ട്സിന് കൂടുതൽ റിസൾട്ട്സ് തീർച്ചയായും ഉണ്ടാവും. അത് എവിടെയില്ല, ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സെർച്ച് വരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ ഗൂഗിളിന്റെ സെർച്ചിൽ വരുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്ത് തുടങ്ങുന്നുണ്ട് ആൾക്കാർ. പല സംഭവങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമുക്ക് ടോപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സെർച്ച് വിത്ത് മെറ്റ AI അതും ഉണ്ടാവും. അതായത് സെർച്ച് വിത്ത് മെറ്റ AI പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നമ്മളുടെ ഈ ടച്ച് പോയിന്റ്സ് ഡിഫറെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫ്രീ. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഇനിത്തെ കാലത്ത് ഓട്ടോമേറ്റ് ചെയ്യണം. മാർക്കറ്റ് ഓട്ടോമേഷൻ മസ്റ്റാണ്. എവിടെ ആഡ് വന്നു, ഏതൊക്കെ സ്ഥലത്ത് ആഡ് വന്നു, ഇതൊരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ അത്യാവശ്യമാണ്. മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ വേണം. നമ്മൾ ഒരു ബിസിനസ് പരസ്യം കൊടുത്തു കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് പരസ്യം കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എവിടെ നിന്നാണ് നമുക്ക് കൺവേർഷൻ വന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ. അതേപോലെ ഇ കൊമേഴ്സുകളാണെങ്കിലും ഒരു ഓട്ടോമേഷനും സ്റ്റോക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ സെയിൽസ് നടത്തിയാലും ഓൺലൈൻ സെയിൽസ് നടത്തിയാലും അത് ഒരു സ്റ്റോക്കിൽ നിന്ന് കുറയും. അപ്പോൾ ഈ സോഹോ പോലെയുള്ള ഓട്ടോമേഷൻ ടൂൾസ് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഗൂഗിൾ സെർച്ചിൽ അതിൽ യൂട്യൂബിൽ ആ പ്രസൻസ് പോലെ സോഹോയ്ക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട് ഈ ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അത്തരം ടൂൾസ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര പോപ്പുലർ ആയെന്നുള്ളത്. കാരണം നമ്മൾ ജനം എവിടെയാണോ അവിടെയാണല്ലോ നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. ഒരു കാലത്ത് പത്രത്തിൽ കൊടുത്തിരുന്നു, ഇപ്പോൾ പത്രം കുറഞ്ഞു. പിന്നെ TV-യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും TV കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് TV-യിൽ ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഈ പത്രത്തിൽ കൊടുത്താലും TV കൊടുത്താലും നമുക്കൊരു ബ്രാൻഡ് വിസിബിലിറ്റി എന്നുള്ളതിലുപരി കൺവേർഷൻസ് എന്ന് പറയുന്ന പല മേഖലകളിലും എഫക്റ്റീവായിട്ട് വരാത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓവർകം ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോമേഷൻ തന്നെ. അതായത് ഇപ്പോൾ
ടി വി കൊടുക്കേണ്ടത് ടി വി തന്നെ കൊടുക്കണം, പത്രത്തിൽ കൊടുക്കുന്നത് പത്രത്തിൽ കൊടുക്കണം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരു അഡ്വാൻറ്റേജസ് കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, കൺവേർഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഗൂഗിളിൽ ഫേസ്ബുക്കിൽ കൊടുത്തു, നമുക്കറിയാൻ പറ്റും ഫേസ്ബുക്കിൽ നിന്ന് എത്ര കൺവേർഷനാണ് നടന്നേക്കുന്നത്, ഗൂഗിളിൽ നിന്ന് എത്ര സെയിൽ നടക്കുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വേണ്ടി പറയാം, ഒരു കസ്റ്റമർ അക്വിസിഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപ അതിനകത്ത് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി എത്ര സ്പെൻഡ് ചെയ്തു. ഓക്കെ, നമുക്ക് മനസ്സിലായി ഇത് ബ്രേക്ക് ഈവൻ ആണ്, നമ്മുടെ സെയിൽ ബ്രേക്ക് ഈവൻ ആണ് ഡിജിറ്റലി. നമുക്ക് ഒറ്റയടിക്ക് തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ആ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വരവോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു രംഗത്ത് എത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വളരെ പോസിറ്റീവാണ് ഇൻഫ്ലുവൻസേഴ്സ്. അതായത് മാർക്കറ്റിങ്ങിന്റെ സ്പെൻഡ് ചെയ്യേണ്ട ഫണ്ട് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും കൺട്രോൾ കുറയ്ക്കാൻ പറ്റും. അത് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതായത് അതായത് നമ്മളൊരു കൗണ്ട് ചെയ്യാതെ ഇത് ഏത് മാർക്കറ്റിംഗ് നടത്തിയാലും നമുക്കറിയാൻ പറ്റത്തില്ല, അത് എങ്ങനെ പോകുന്നു എന്നറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കൺട്രോൾഡ് ആണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷനും എല്ലാം അല്ലെങ്കിൽ സെയിൽസൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസേഴ്സിന് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് നോക്കണം. അത് നമുക്ക് ആവശ്യമുണ്ടോ, അത് നമുക്ക് അതേപോലെ കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു ഇൻഫ്ലുവൻസർ തന്നെ വീണ്ടും യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും നല്ലത്. പലപ്പോഴും ഞാൻ കാണുന്നത് ഒരു ഇൻഫ്ലുവൻസർ അത് ചെയ്തു, അങ്ങനെ ബ്രാൻഡുകൾ ആ ഒറ്റ ഇൻഫ്ലുവൻസറിനെ പിടിച്ചിട്ട് പിന്നെ അടുത്ത ഇൻഫ്ലുവൻസർ പെട്ടെന്ന് മാറ്റി കൊണ്ടുപോകും. അപ്പോൾ അതിനേക്കാളും ആ ഒരു ഇൻഫ്ലുവൻസർ ആ പ്രൊഡക്റ്റിന് ഗുഡാന്ന് തോന്നുമെങ്കിൽ അവരെ ഒരു ലോങ് ടേമിൽ കൊണ്ടുപോകും. അതെ, അപ്പം ആ ബ്രാൻഡിന് അത് അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, യൂസേഴ്സിൻ്റെ ബ്രെയിനിലേക്ക് അതൊന്ന് എത്തും. അപ്പം അത്ര മാർക്കറ്റിംഗ് ആണ് അത്. ഏത് സ്ട്രാറ്റജി ആണെന്നുള്ളൂ. ഇൻഫ്ലുവൻസേഴ്സ് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ ഏത് മീഡിയംസ് യൂസ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അപ്പോൾ ആ ബ്രാൻഡുമായിട്ട് അലൈൻഡ് ഉള്ള ആക്ടിവിറ്റീസും അലൈൻഡ് രീതിയിലായിരിക്കണം പോകുന്നത്. ജസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ഫോളോവേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോളോവേഴ്സിന്റെ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബ്രാൻഡിന് ഏതൊരു പോസിറ്റിവിറ്റി ആണോ തരുന്നത്, അതെ, ഓക്കെ, അവരുടെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. അപ്പം ആ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിംഗ് തന്നെ ഒരു ഇൻഫ്ലുവൻസിങ് ആണല്ലോ പലപ്പോഴും. അപ്പോൾ ഇത്തരം സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് വരുന്നു. ശരിക്കും ഇപ്പോഴും പല ആളുകളും ഡിജിറ്റലി മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് പിന്നോട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. വളരെയധികം എന്തിനാ ഫേസ്ബുക്ക്, എന്തിനാ യൂട്യൂബ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആളുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ വലിയ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിലെ മാർക്കറ്റൊന്നും സാച്ചുറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഒരു സൈഡിലും തോന്നിയിട്ടില്ല, ഒരു രീതിയിലും തോന്നിയിട്ടില്ല, തോന്നിയിട്ടില്ല. കാരണം പലപ്പോഴും അവർക്ക് ചില ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് കൗണ്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അവർ നോക്കാതെ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ കൗണ്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഏത് മാർക്കറ്റിംഗ് നടത്തിയാലും ഫസ്റ്റ് തിങ് എന്നല്ല, അവർ ആ ഇൻപുട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. മേ ബി ഇൻപുട്ട് എന്ന് ഉദ്ദേശിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സ്, മേ ബി ഫോൺ കോൾസ് ആയിരിക്കാം, ഡെയിലി സെയിൽസ് ആയിരിക്കാം, ഇതൊന്ന് അനലൈസ് ചെയ്യണം. എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര കോൾസ് വരുന്നുണ്ട്, എത്ര കൺവേർട്ട് ചെയ്യുന്നുണ്ട്, എത്ര അതിൽ നിന്ന് റീബിസിനസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ 100 പേർക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ 1000 ആളുകൾ സെല് ചെയ്യാൻ പറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ 1000 ആളുകളിൽ എത്ര പേര് വീണ്ടും ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് ഓരോ മാസവും, അല്ലെങ്കിൽ ഒരു 365 ഡേയ്സിനുള്ളിൽ. അപ്പം 300 നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ 1000 ആളുകൾ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്തു, ആരും വീണ്ടും ഒന്നുകൂടെ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഷോപ്പിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പം മാർക്കറ്റിംഗ് മാത്രം ബെറ്റർ ആക്കിയാൽ പോരാ, എപ്പോഴും നമ്മളുടെ സർവീസും പ്രൊഡക്റ്റും എല്ലാം ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അപ്പോൾ പാരലി പോകും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മാർക്കറ്റിംഗ് പോവും, ഒന്ന് റെഫറൽസും വരും. റെഫറൽ ഒരു സൈഡിൽ വർക്ക് ചെയ്യും,
അപ്പോൾ ഈസി ആയിട്ട് അത് മൂവ് ചെയ്യും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ റിസോർട്ട് നമ്മൾ അത്യാവശ്യം ആളുകളിലേക്ക് പല വഴിക്ക് എത്തുന്നു. അപ്പോൾ ആളുകൾ വരുന്നു, പിന്നെ അതൊരു റെഫറൽ രീതിയിലേക്ക് അവർ വരുന്നവർ തന്നെ മാർക്കറ്റ് ചെയ്യുമല്ലോ, അല്ലേ? അതെ, അത് തന്നെ. അപ്പോൾ രണ്ട് രീതിയിലും വരും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചില റിസോർട്ടുകൾ ഇപ്പോൾ സോൾഡ് ഔട്ട് റിസോർട്ടുകളുണ്ട്. അറൗണ്ട് 90% ഒക്യുപ്പൻസി കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ സേ ഇറ്റ്സ് സോൾഡ് ഔട്ട് റിസോർട്ട്സ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർത്തണം എന്ന് പറയാറില്ല. ആഡ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അത് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. ആഡിനോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോൾഡ് ഔട്ട് കാണിക്കണം എപ്പോഴും. ഇപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എപ്പോഴും സോൾഡ് ഔട്ട് കേരളത്തിൽ കാണിക്കാൻ പലപ്പോഴും നടക്കണമെന്നില്ല, ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളോടെ. എനിവേ, ഒരു റിസോർട്ട് സോൾഡ് ഔട്ട് ആയാലും അഡ്വർടൈസ്മെൻറ്റിൽ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ മാത്രം ഡിജിറ്റൽ ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഗൂഗിൾ ആഡ്സ് കുറയ്ക്കാൻ പറ്റും, കാരണം ഒക്യുപ്പൻസി ലിങ്ക് അവിടെ സോൾഡ് ഔട്ട് ആണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് റീഡയറക്റ്റ് വേണം. മേ ബി ഒരു വീഡിയോ ഷൂട്ട്സ് ആവാം, റീൽസ് ഷൂട്ട് ചെയ്യുന്നതാവാം, അങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്യണം. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും ആവശ്യമാണ് പലപ്പോഴും. ഇതെല്ലാ ഏജൻസിനെ വിളിച്ച് ചെയ്യണമെന്നൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് നടത്തുന്ന ആൾ, അത് രണ്ട് രീതിയിലുള്ള കോഫി ഷോപ്പ് നടത്താം. ഒന്ന്, ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ വെച്ച് കോഫി ഷോപ്പ് നടക്കാം. അപ്പോൾ മൂന്നാറിലൊരു കോഫി ഷോപ്പ്, അല്ലെങ്കിൽ ഒരു സിറ്റീസിലുള്ള ഇപ്പോൾ അങ്കമാലിയൊരു കോഫി ഷോപ്പ്. രണ്ട് ഡിജിറ്റൽ രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി അവിടെ സെർച്ച് ഇൻറ്റൻറ്റ് നടക്കും. ഇൻറ്റൻറ്റ് എന്ന് പറയും. സെർച്ച് ഇൻറ്റൻറ്റ് ഇവിടെ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഡെസ്റ്റിനേഷൻസിൽ, ഇപ്പോൾ മൂന്നാറൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മളത് പല രീതിയിലും വെബ്സൈറ്റ്സ് ഒരു ചെയ്യുന്നത് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോഗ് എഴുതുന്ന നല്ലതായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ എടുത്തെഴുതുന്ന നല്ലതായിരിക്കാം. പക്ഷെ ഒരു ചിലപ്പോൾ ടൗണിലാണെങ്കിൽ പലപ്പോഴും അത് മൂവ് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ കയറുന്നത്. അപ്പോൾ മാപ്പിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്റ്റിമൈസേഷൻ, കൂടുതൽ വാക്കിൻസ് ബെറ്റർ. ശരിക്കും നമ്മൾ ഈ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്ത് ഞാനിപ്പോൾ നോക്കുകയാണ് ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ എറണാകുളം, അല്ലെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ എറണാകുളം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ലിസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം പാലാരിവട്ടം സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഗൂഗിൾ സ്വാഭാവികമായിട്ട് എൻ്റെ ലൊക്കേഷൻ തപ്പി നിയർ ബൈ ഉള്ള സ്ഥാനത്തിൽ നിന്നൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്ത സംഭവങ്ങളായിരിക്കും ആദ്യം കാണിക്കുക. അതെ, ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ആൻസർ ശരിക്കും അതാണ് ഇപ്പോൾ ഏറ്റവും വേറെ കാര്യം. സുജിത്തിന് അറിയാമോ, എത്ര ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും എത്ര പേര് ഗൂഗിളിലേക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അറൗണ്ട് ഓരോ വർഷവും അറൗണ്ട് 80% കൂടുതൽ ആളുകൾ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ വർഷം ചെല്ലുന്തോറും ഗൂഗിളിൽ ബെസ്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരിക. അതായത് ഒരു ഹ്യൂമൻ വേറൊരു ഹ്യൂമനോട് ചോദിക്കുന്നതിന് പകരം ദേ ആർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഡിജിറ്റൽ. മേ ബി ഗൂഗിൾ, ഇനി ഫ്യൂച്ചറിൽ മേ ബി വേറെ ടെക്നോളജി ആയിരിക്കും, ഇനി ഗൂഗിളിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് അടിക്കുമ്പോൾ വരുന്നത് നമുക്ക് ഗൂഗിളിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു 3-4 ആയിട്ട്. ഒന്ന് വരുന്നത് ഇനിയിപ്പോൾ കാണുന്ന പലപ്പോഴും ജനറേറ്റീവ് AI റിസൾട്ട്സ് വരും. അത് വരാം. രണ്ടാമത് മാപ്പ്, ഗൂഗിൾ മാപ്പിൽ അഡ്വർടൈസ്മെന്റ് വന്നു തുടങ്ങി. അപ്പോൾ അഡ്വർടൈസ്മെന്റും അതിൻ്റെ ഉള്ള ദെൻ ആഡ് വരാം, ദെൻ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വരാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് വരുന്നത് വരാം. എല്ലാം നല്ലതാവണമെന്നില്ല, ഏറ്റവും നല്ലതാവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആക്റ്റീവായിട്ട് അവരുടെ ഗൂഗിൾ മാപ്പിനെ ഒപ്റ്റിമൈസ് ചെയ്ത് അത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് വരിക. പക്ഷെ ഒന്നുറപ്പാണ്, മോസ്റ്റ്ലി ഗുഡ് തന്നെ ആയിരിക്കാം. കാരണം ഈ സെർച്ചിൽ വരുന്നത് അവരുടെ റിവ്യൂവും നോക്കുന്നുണ്ട്, പല ഫാക്ടേഴ്സും നോക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നല്ലത് തന്നെയായിരിക്കും കിട്ടേണ്ടത്. അതുകൊണ്ട് ഏറ്റവും നല്ലതാണ് കിട്ടണമെന്നൊന്നും പലപ്പോഴും പറയാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം ഞാൻ കണ്ടിട്ടുള്ളൂ, ഇപ്പം ഞാൻ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ബജാജ് ഇൻഷുറൻസിന്റെ സാധനവും വേറെ പല സാധനത്തിന്റെ ഒക്കെ പരസ്യമായിട്ട് കയറി വരും. അത് ശരിക്കും ഒരു എത്തിക്സ് ഇല്ലാത്ത പരിപാടിയാണ്. അത് എനിക്ക് ബ്രാൻഡ് കീവേഡ്സ് എനിക്ക് അതിന്റെ കൂടുതൽ പോളിസീസിലേക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബ്രാൻഡ് കീവേഡുകൾ നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീറ്റർ ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും, നമ്മുടെ ബ്രാൻഡ് കീവേഡ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് എന്നുള്ള വേർഡ് വരുമ്പോൾ അതൊരു കോമൺ കീവേഡായി മാറി കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊരു കോമ്പറ്റേറ്റീവ് കീവേഡ്സ് ആണ്. അപ്പോൾ അത് പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ബ്രാൻഡുകൾക്കും ആ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലൈക്ക് അവരുടെ ബ്രാൻഡ് അടിക്കുമ്പോൾ കയറി വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും പല സ്ഥാപനങ്ങളെ. ഇപ്പോൾ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇതിനകത്ത് ഇൻഷുറൻസ് ഉള്ള നെയിം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളപ്പോൾ വേറെ ഇൻഷുറൻസും കയറി വരാം. പക്ഷെ ആക്റ്റീവായി നിൽക്കുക എന്നേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്ക് കോമ്പറ്റീറ്റർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, കോമ്പറ്റീറ്റർ എന്തൊക്കെ ആഡാണ് കൊടുക്കുന്നത്, അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ, 10 വർഷത്തിന് പറയാൻ പറ്റില്ല, കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ട
ഒരു വലിയ മാറ്റമാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ ഓൺലൈനായത്. അതെ. ഇപ്പോൾ അതിന് ഒരു വർഷത്തിൽ നമുക്ക് കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, പല നാട്ടിലും ഇലക്ഷൻസ് നടക്കുന്നു. ഈ ഇലക്ഷൻ പ്രചരണങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓൺലൈനായി. ഇതിനകത്ത് തന്നെ പെയ്ഡ് ക്യാമ്പയിൻസ്, പിന്നെ ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസ്, പിന്നെ പെയ്ഡ് അല്ലാത്ത ക്യാമ്പയിൻസ്, പെയ്ഡ് അല്ലാതെ തോന്നിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ്, അങ്ങനെ ഡയറക്റ്റ് പോസ്റ്റർ പ്രചരിപ്പിക്കുന്ന ക്യാമ്പയിൻസ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ റിലേറ്റഡ് ആയിട്ട് ഗൂഗിളിന് ഭയങ്കര പോളിസീസ് ഉണ്ടല്ലേ? ഗൂഗിൾ മാത്രമല്ല, ഫേസ്ബുക്കിന് എല്ലാ ഗവൺമെന്റ് പോളിസീസ് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ആഡ് ചെയ്യുന്ന ഏജൻസിനെ ഒന്ന് ആഡ് ചെയ്യുന്നത് ദേ ഹാവ് ടു വെരിഫൈ. അതായത് പണ്ട് നമ്മൾ പോസ്റ്റർ അടിക്കുമ്പം ഇന്ന പ്രസ്സിൽ ഇത്ര പോസ്റ്റർ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കണക്ക് കാണിക്കണം. അതെ അതെ അതെ. അപ്പൊ ഇതിന്റെയൊക്കെ ഇത് എങ്ങനെയാണ്? അതിന്റെ ഒരു വേർഷനിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഞാൻ കൂടുതൽ പൊളിറ്റിക്സ് ക്യാമ്പയിൻസ് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അത് എപ്പോഴും ക്യാമ്പയിൻ എപ്പോഴും ഓഡിറ്റഡ് ആണ്. അതായത് പ്രത്യേകിച്ചും എനിക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം വരുന്നതെല്ലാം ഓഡിറ്റഡ് ആണ്. അപ്പോൾ അത് ആര് ഏത് ഏജൻസി റൺ ചെയ്യുന്നു അതെല്ലാം ഫേസ്ബുക്ക് നോക്കിയിട്ട് വരുന്നത് മാത്രമേ ആഡ് മൂവ് ചെയ്യുള്ളൂ, റൺ ചെയ്യുള്ളൂ. അപ്പം അതിന് എനിക്കാണ് അത് എത്ര എക്സ്പെൻസ് എന്നുള്ളത് അവർ സബ്മിറ്റ് ചെയ്യണം. എത്ര രൂപ ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യുന്നു, എത്ര രൂപ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നു എന്നുള്ളത് സബ്മിറ്റ് ചെയ്യണം. എങ്കിലേ ആഡ്സ് പോവുള്ളൂ. പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് അങ്ങനെ പോവുള്ളൂ. ഏജൻസി വെരിഫൈ ചെയ്യണം, ആ അക്കൗണ്ടും വെരിഫൈ ചെയ്യണം. നല്ല പരിപാടിയല്ലേ? അതായത് എൻ്റെ മണ്ഡലത്തിലെ എല്ലാ എത്തിക്കാം, ആളുകളിലേക്കും എനിക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ മൊബൈലിലേക്ക് എത്തിക്കാമല്ലോ. അതെ, എല്ലാത്തിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്യാമ്പയിൻസാണ്. ഡിജിറ്റൽ ക്യാമ്പയിൻസിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ഫേസ്ബുക്ക്, ഗൂഗിള് ഒന്നും മാത്രമല്ല, ഇപ്പോൾ വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഡീപ്പായിട്ട് എത്തിയില്ലേ? എല്ലാ വീടുകളിലേക്കും വാട്സാപ്പ് എത്തിയില്ലേ? അപ്പോൾ ഒരു മെസ്സേജ് വാട്സാപ്പിലേക്ക് പുഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വൈറാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വൈറാലിറ്റിയാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഒരു ബിസിനസ് എല്ലാം യൂസ് ചെയ്യണം. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇനി ബഡ്ജറ്റ് കുറഞ്ഞ് വളരെ സിംഗിളായിട്ട് ചെയ്യുന്നവർ പോലും അവർ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചെറിയ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു ഫുഡാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എടുത്ത് അത് ഷെയർ ചെയ്ത് അങ്ങനത്തുള്ള ആക്ടിവിറ്റീസ് ഗുണം ചെയ്യും. അത് ഇത്തരം ഈ ഡിജിറ്റൽ അവയർനെസ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് മുഴുവൻ ഗുണം ചെയ്യും. കേരളത്തിലെ ചെറുകിട ബിസിനസ് ശരിക്കും ഒരു 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 രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അത് എല്ലാ ആളുകളിലേക്ക് എത്തുമ്പോഴാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഇരുന്ന് ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നവരുടെ സക്സസ് ശരിക്കും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അവർ ചിലപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് എത്താൻ പറ്റും അവർ ചെയ്യുന്ന സർവീസസ്. ഇപ്പോൾ എക്സാമ്പിൾ വീട്ടിൽ പുല്ല് വെട്ടി കൊടുക്കുന്നു എന്നുള്ള സർവീസസ്, അവർ വന്ന് വീട്ടിലെ പുല്ലൊക്കെ വെട്ടി കൊടുക്കുന്ന സർവീസ് ആയിരിക്കാം ചെയ്യുന്നത്. ഒരാൾ സ്വന്തമായിട്ട് ചെയ്യുന്നു, ഒരു വണ്ടി ചെല്ലുന്നു, പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. അത് അവർ ചെയ്യുന്ന അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അവർ പുല്ല് വെട്ടുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് പുല്ല് വെട്ടി, ഇതാണ് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ, അത് വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ അയാളുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരു 200 പേര് കണ്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 പേര് കണ്ടു, ഓക്കെ, അപ്പോൾ ആരും എന്നാൽ നമ്മുടെ വീട്ടിലൊന്ന് പുല്ല് വെട്ടാറായാലോ, ഒന്ന് വിളിച്ചു. അതും ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് ഒരു 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 ബിസിനസ് അധികം സ്പെൻഡ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമല്ല, ആർക്കും ചെയ്യാം. അത് ടൂൾസ് എടുക്കാം. ദെൻ ഇപ്പോൾ യൂട്യൂബിൽ വേണമെങ്കിൽ എന്നിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ റീൽസ് ഇടാം. അപ്പോൾ പുല്ല് വെട്ടുന്നത് അപ്പോൾ മൂവ് ചെയ്യുവാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്, രാഷ്ട്രീയക്കാർ. അത് രാഷ്ട്രീയക്കാർക്കൊക്കെ അവരുടെയൊക്കെ ചില ആളുകളുടെയൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള അവരുടെ ഫോളോവർ കൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് റിയലി ബിഗ്. അതെ, ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ആണെങ്കിലും വലിയൊരു എക്സാമ്പിൾ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് ഇപ്പോൾ. അതെ, അല്ലെ ശരിക്കും നമ്മൾ ഈ ട്രംപ് വലിയ ഇൻഫ്ലുവൻസർ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയം ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, ഡിജിറ്റൽ മീഡിയം ഇല്ലാത്ത അവസ്ഥയിലും ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റീഷ്യൻസ് അത് പൊളിറ്റീഷ്യൻസ് ആയിരുന്നു ലോകത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻഫ്ലുവൻസേഴ്സ്.
അവർ പറഞ്ഞ് അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ, അവർ പറയുന്നത് വായിക്കാൻ, അവരെഴുതിയ ബുക്കുകൾ വായിക്കാൻ, അതൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ദെൻ അത് മ്യൂസിക് ആവട്ടെ, മ്യൂസിക് ഭയങ്കര കൺവേർട്ട് ചെയ്യുന്നത്. ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇൻഫ്ലുവൻസിങ്ങിൽ ഏറ്റവും പവർഫുൾ മ്യൂസിക് ആണെന്നാണ് ഞാൻ ഫ്യൂച്ചറിൽ എൻ്റെ ഒരു വിശ്വാസം. എനിക്കൊന്ന് വേടനൊക്കെ അതിന് വലിയൊരു എക്സാമ്പിൾ ആയിരിക്കും. അധികം അതെ. ഇപ്പോൾ ഫ്യൂച്ചറിൽ മ്യൂസിക്കിന് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതായത് ഒരു സാധനം ആളുകളിലേക്ക് എത്തിക്കാൻ ഇമ്പാക്റ്റ് ഉള്ളൊരു അതെ മ്യൂസിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് വേടനെയൊക്കെ ഞാൻ ഇപ്പം കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേടൻ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടി, ഏതെങ്കിലും പാർട്ടി നമുക്കറിയാം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫേസായി മാറും. ഇപ്പം തന്നെ അതിങ്ങനെ പതുക്കെ മാറുന്നുണ്ട്. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനും കൂടിയാണ്. എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പം യൂത്തിനിടയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് വേടൻ. വേണമെങ്കിൽ അങ്ങനെ പറയാം, ആ രീതി പറയാം. ആ രീതിയിലേക്ക് ഇപ്പോഴും മാത്രമല്ല, മ്യൂസിക്കൊക്കെ പണ്ടും ഇൻഫ്ലുവൻസിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഇതുണ്ട്. ഇപ്പോൾ പണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കഥകൾ അല്ലെങ്കിൽ കവിതകളും അല്ലെങ്കിൽ അതിൻ്റെ പാട്ട് സിനിമാ രൂപത്തിലായി അല്ലെങ്കിൽ നാടക ഗാനങ്ങളായിട്ട് വന്നു. അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളതിന് അത്ര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ അത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ കുറച്ചും കൂടി ഇത് വൈറാലിറ്റിക്ക് എളുപ്പമുണ്ട്. വൈറാലിറ്റി പണ്ടത്തേക്കാളും ഭയങ്കര എളുപ്പമുണ്ട്. ഈ വൈറാലിറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഞാനുണ്ടാക്കിയ ഒരു ഇൻഫോർമേഷൻ അത് 10,000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള എളുപ്പമുണ്ടാവും. അതെല്ലാം തീർച്ചയായും ഇത്രയും വൈറാലിറ്റി ജനറേറ്റ് ചെയ്യും. ഒരു മേഖല വളർന്ന് വലുതാകുമ്പോഴാണ് ആ മേഖലകളിൽ ധാരാളം സാധ്യതകൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഓൺലൈൻ പല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ടിക്ടോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സോഷ്യൽ മീഡിയകൾ വന്നപ്പോഴത്തേക്കിനും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വന്നു. ഗൂഗിൾ സെർച്ച് മാത്രം ഉണ്ടായിരുന്നപ്പോൾ സെർച്ച് മാർക്കറ്റിംഗ് വന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിന് മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പല രീതിയിൽ ഗൂഗിളിന്റെ ആഡ്വേർഡ്സ് എന്ന് പറഞ്ഞ അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സെപ്പറേറ്റ് മേഖലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, പിന്നെ കോഴ്സുകൾ, ഈ MBA പോലെയുള്ള പല കോഴ്സുകളിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ടോപ്പിക്കായി വന്നു. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ടോപ്പിക്കായി മാറി വരുന്നു അല്ലേ? ഇതിനകത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കയറി വരുന്നു. അങ്ങനെ പല ജോലി സാധ്യതകൾ കൂടി വരുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ പണ്ട് HR ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അത് മാർക്കറ്റിംഗിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനോടൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ടീമും. എനിക്കറിയാവുന്ന ചില സ്ഥാപനങ്ങളിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് ആൾക്കാരേ ഇല്ല ഇപ്പം. ഇപ്പൊ പണ്ട് ഈ റിസോർട്ടുകളിലൊക്കെ ആൾക്കാരൊക്കെ പല ട്രാവൽ മാർട്ടുകളിൽ പോകുന്നു, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു, ഓരോ സ്ഥലത്ത് പോയിട്ട് ഇവര് എന്താ പറയാ അവരുടെ ബ്രോഷേഴ്സ് കൊടുക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെയുള്ള രീതികളൊക്കെ മാറി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു വിങ്. അപ്പൊ ജോലി സാധ്യതകൾ വരുന്നു, പഠന സാധ്യതകൾ വരുന്നു ഇല്ലേ? അപ്പൊ ഈ പഠന സാധ്യതകളിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന റിലയബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? അത് ഒന്ന് റെഫറൽസ് തന്നെയാണ്. അതായത് ആരെങ്കിലും പഠിച്ച് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിന് പരിഗണിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കോഴ്സുകൾ എങ്ങനെയാണ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന ചിലപ്പോൾ കോഴ്സസ് ഉണ്ടാവാം, അത് നല്ലതാണ്. അപ്പോൾ MBA ആണ്, MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പാർട്ടായിട്ട് വരുമെങ്കിൽ അത്രയും കോഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്തൊക്കെ ധാരാളം യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ യൂസേജ്, ഇത് അത്തരം കോഴ്സസ് ഒക്കെ നല്ലതാണ്. ഇപ്പൊ കോഴ്സ് തിരഞ്ഞെടുക്കുക, സെർച്ച് ചെയ്യുക, അവർ അതിനനുസരിച്ച് സ്റ്റഡി ചെയ്തെടുക്കാന്നേ മാത്രമേ ഉള്ളൂ. പിന്നെ അതും സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ റെഫറൽ ചോദിക്കുക. പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും എത്തുന്നത്. അതേപോലെ ഇതിനകത്തും നമുക്ക് പറ്റാൻ പറ്റുള്ളൂ. കാരണം പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവണം. അപ്പോൾ ഈ താല്പര്യമുള്ളവർ കുറച്ചെങ്കിലും ഓൾറെഡി റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. എന്താണ് സംഭവിക്കുക, സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ചെയ്യുക, ആഡ് എന്താണ്, അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് എന്തുകൊണ്ടാണ് സംഭവിക്കുക, ഇത്തരം കാര്യങ്ങൾ എപ്പോഴും അവരൊരു സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ഒരു താല്പര്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് പല ഡിവൈഡ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്ന വേണമെങ്കിലും അതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ്. വീഡിയോസ് ഉണ്ടാക്കുന്നൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ്. പക്ഷേ ഈ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അതിന് റീച്ച് ചെയ്യിക്കുന്ന വേറൊരു ആക്ടിവിറ്റീസാണ്. അപ്പോൾ
പല റോളിലേക്കാണ് ഇവർ എൻ്റർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നല്ലൊരു ഡിസൈനർ ആണെങ്കിൽ തീർച്ചയായും അവർക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവർ ഡിസൈനറായിട്ടാണ് പോകേണ്ടത്. ഡിസൈനർ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാം, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി മാത്തമാറ്റിക്സും അനലിറ്റിക്സ് സ്കിൽസും ആണെങ്കിൽ ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിലാണ് ബെറ്റർ ആവേണ്ടത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ്, ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽ റൈറ്റ് പേഴ്സണിലേക്ക് എത്തിക്കും. അത് അറ്റ് റൈറ്റ് ടൈം ടു ദ റൈറ്റ് പേഴ്സൺസ്. ആ ഒരു അപ്രോച്ച് നമുക്ക് ഈ ആഡ്സ് വഴി എത്തിക്കാൻ പറ്റും. അപ്പോൾ അനലിറ്റിക്സിലോ മാത്തമാറ്റിക്സ് സ്കിൽസ് ഉള്ളവർക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ കോണ്ടന്റ് റൈറ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ കോണ്ടന്റ് റൈറ്റിങ്ങും അങ്ങനെയുള്ള രീതിയിലും. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് വെച്ചുമ്പോൾ ChatGPT ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ എന്തായാലും ഒരു ഹ്യൂമൻ ആവശ്യമാണ് അവിടെ. ഇതൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് ചുമ്മാ ഒരു ChatGPT ഉണ്ടായത് കൊണ്ടും ഒരു വെബ്സൈറ്റ് ഉണ്ടായത് കൊണ്ടും ഈ ഡേറ്റ ഇങ്ങോട്ട് കയറില്ലല്ലോ. എവിടെയാണ് റിലവൻ്റ് ഉള്ള ഡേറ്റ, ഈ റിലവൻ്റ് ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ കോണ്ടന്റ് റൈറ്റർക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്. പക്ഷേ പണ്ടത്തോളം ഉണ്ടാവുമോ ഒന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ ആവശ്യം അവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഈ AI അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും ആൾ വേണം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറാം, അൽഗോരിതംസ് മാറാം, AI മാറാം. എനിവേ ഇവരുടെ ജോബ് അവിടെ ഉണ്ടാവും. പക്ഷേ What do you think about AI influencers? AI ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് അതും ആ AI എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. AI ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് ഒരിക്കലും ഉള്ള റിയൽ ടൈം ഇൻഫ്ലുവൻസിന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ പ്രശ്നം നമ്മളീ പറയുന്നത് പലരും എന്നോട് പറയാറുണ്ട്, എല്ലാ വീട്ടിലും ഓരോ യൂട്യൂബറായി എന്നൊക്കെ പലപ്പോഴും ഒരു തമാശ തന്നെയുണ്ട്. ഒരിടയ്ക്ക് കോവിഡ് സമയത്ത് എല്ലാ സമയത്തും യൂട്യൂബറായി. പക്ഷെ ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ പറയുന്നവരോട്, നിങ്ങൾ എത്ര നേരം വീഡിയോ കാണുന്നു? നിങ്ങളുടെ ഫാമിലി എത്ര വീഡിയോ കാണുന്നു? നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര വീഡിയോ കാണുന്നു? നിങ്ങളുടെ ജില്ലയിൽ എത്ര പേര് വീഡിയോ കാണുന്നു? എത്ര നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്? ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പപ്പണിയല്ല. ആളുകൾ വിചാരിക്കുന്നു ജസ്റ്റ് 2 വീഡിയോ ഇടുന്നു, ഭയങ്കര വൈറലാവുന്നു, ദെൻ ലൈക്ക് ഇത് ഫ്രീ ലൈഫ്, ഫ്രീ ട്രാവൽ, ഫ്രീ ട്രാവൽ. അല്ല, ഞാൻ പറഞ്ഞ ആളുകളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു. ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതായത് 2 വീഡിയോ ഇടുമ്പോൾ തന്നെ എല്ലാം ഫ്രീ ആണ്. പക്ഷെ ഇതൊരു ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും ഇൻഫ്ലുവൻസിങ്, റിയൽ ടൈം റിയൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കുറവുള്ള പോലെ തന്നെ മേ ബി കുറച്ച് വെർച്വൽ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും റീപ്ലേസ്മെൻറ്റ് നടത്തില്ല. റീപ്ലേസ്മെൻറ്റ് എവിടെയാവുന്നത്? നമ്മളും ഇപ്പം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യാതിരിക്കുകയും ഞാൻ മടിയനാവുകയും ചെയ്യുമ്പോൾ എന്നെ റീപ്ലേസ് ചെയ്യും, ഒരാൾ റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു ഇന്നോവേറ്റീവ് ആയിട്ട് വരുമ്പോൾ റീപ്ലേസ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരാൾ മുന്നിൽ കയറും, പക്ഷെ അതിനനുസരിച്ച് ഒരാൾ പുറകിൽ അത് ആ മൂവ്മെൻ്റാണ് നടക്കുന്നത്. അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വലിയൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അൽഗോരിതത്തിലൊക്കെ മാറ്റം വരാം. പിന്നെ ലൈക്ക് സബ് ടൈറ്റിൽസ് എഴുതുന്ന ഇപ്പോൾ യൂട്യൂബ് തന്നെ എല്ലാ ലാംഗ്വേജിലും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ആർക്കാ അഡ്വാൻറ്റേജ്? ഒറിജിനൽ കണ്ടന്റ് റൈറ്ററിനല്ല, കണ്ടന്റ് ക്രിയേറ്ററിനാണ് അഡ്വാൻറ്റേജ്. അയാൾ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ ചെയ്യുന്നു. ഇതുവരെ അയാൾ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇനി ഹിന്ദിക്കാരും കണ്ടു തുടങ്ങി. അതെ, അത് പലപ്പോഴും ഡോക്യുമെൻ്ററി സ്റ്റൈലുള്ള വീഡിയോസിന് ഭയങ്കര അഡ്വാൻറ്റേജ് വരും. അത് ഭയങ്കരമായിട്ടൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകും. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാഷകളിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഭാഷകളിലെ വീഡിയോസ് നമ്മുടെ ഭാഷകളിൽ കേൾക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ ഉപയോഗിച്ച് കാണുമ്പോഴത്തേക്കിനും നമ്മൾ സബ് ടൈറ്റിൽ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കണ്ടേ? അതെ, ഇല്ലേ? അതെ, നമ്മളെപ്പോഴും കണ്ണ് സബ് ടൈറ്റിലായിരിക്കണം. ഇപ്പോൾ ഒരു കൊറിയൻ പടം കാണുമ്പോഴും എല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അല്ലു അർജുൻ്റെ പടം മലയാളത്തിൽ ഡബ് ചെയ്ത് കാണുന്ന ഫീൽ എന്താണെങ്കിലും ഇതിപ്പോൾ എക്സാമ്പിൾ സുജിത്ത് മൂന്നാർ വന്നൊരു വീഡിയോ ആണ് വിചാരിക്കുക. അതെ, മലയാളത്തിൽ സുജിത്ത് പറയുകയാണ് എന്നെ വീഡിയോ ഇത് നല്ലതായിരുന്നു, ഇവിടെ മൂന്നാറിൽ ഇന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണേണ്ടത്, ഇവിടെ നന്നായിരുന്നു. ഇത് വേറൊരു ലാംഗ്വേജിൽ ഒരാൾ ഹിന്ദി കേൾക്കുമ്പോൾ അവർക്ക് കേട്ടാൽ മതി, അവർ ഹാപ്പിയാണ്, അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അവിടുത്തെ ക്ലൈമറ്റ്, ഇപ്പോൾ മാർച്ചിലെ ക്ലൈമറ്റ് എന്താ അല്ലെങ്കിൽ ജൂണിലെ ക്ലൈമറ്റ് എന്താ, അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള വ്യൂവേഴ്സും ഇതിനകത്തേക്ക് എത്തിക്കും. അപ്പം അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്. ഈ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ AI ഭയങ്കര മൂവ്മെൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര മൂവ്മെൻ്റ് ആണ്. അപ്പം ലാംഗ്വേജ് പ്രോസസ്സിലും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലും എല്ലാം നമുക്കൊരു അഡ്വാൻറ്റേജ്. നമ്മൾ ഇന്ത്യയിൽ ഇത്രയും റീജിയണൽ ലാംഗ്വേജസ് ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുകൊണ്ട് ഹിന്ദിയൊക്കെ ഓൾറെഡി ഫസ്റ്റ് ഫേസിൽ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു.
ഹിന്ദി വീഡിയോസ് ഒക്കെ ഓൾറെഡി ഡബ്ഡ് ആയിട്ട് വരുന്നു, ഹിന്ദി സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷിലേക്ക് മാറി വരുന്നു, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ മലയാളവും തമിഴും കന്നഡ തെലുങ്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100 കൂട്ടം ഭാഷ ഓഡിയോ ഡബ്ഡ് വേർഷൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോഴും. ഈ പറഞ്ഞ പോലെ പല പല നമ്മുടെ ഓരോ വാക്കിനും പല അർത്ഥമല്ലേ ഉള്ളേ, അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. ഓരോ വാക്കുകളുടെ അർത്ഥം പലതും പല നാട്ടിലും പല രീതിയിലാണ്. അതും വന്നു തുടങ്ങി. അത് മിക്കവാറും മിക്ക ചാനലിൽ റോൾ ഔട്ട് ചെയ്യും. റോൾ ഔട്ട് ചെയ്യാത്തതാണ്. അടിപൊളി ചെയ്തു തുടങ്ങി. മലയാളം ഡബ് ടു ഇംഗ്ലീഷ്. അതെ അതെ അതെ, അടിപൊളി. എന്തൊക്കെ പരിപാടികളായിരുന്നല്ലേ. ഡബ് ടു ഇംഗ്ലീഷ് അല്ല, ഡബ് ടു എനി ലാംഗ്വേജ്, സെലക്ടഡ് ലാംഗ്വേജ്, ഏത് രീതിയിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അതെ, ഭയങ്കര അതൊരു ഹ്യൂജ് ചേഞ്ച്. അപ്പോൾ ഈ അതൊക്കെ ശരിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ജോലി കൂട്ടുകയും ചെയ്യും. പക്ഷേ അവർക്കൊരു ഏത് ജോലിയാണെങ്കിലും അവർക്ക് സമൂഹം ഒരു പ്രഷർ തരുമല്ലോ അല്ലേ. ഒരു ആക്ടർ എന്താ, ആക്ടർക്ക് ഒരു സമൂഹം കൊടുക്കുന്ന പ്രഷർ പോലെ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കിട്ടും അല്ലേ. അതേ തന്നെ ഒരു ഡോക്ടറിനും കിട്ടും. സമൂഹം തന്നെ ഒരു പ്രഷർ കൊടുക്കും അല്ലേ. കൂടുതൽ ആളുകൾ വരും ആ ഒരു ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ കൂടുതൽ ആളുകൾ ചികിത്സിക്കാൻ വരും. അപ്പോൾ ഡോക്ടറിന് പ്രഷർ വരും. ഇത്രയും പ്രഷർ മീൻസ് പ്രഷർ ടു ദ വർക്ക്, ഇത്രയും ഫിനിഷ് ചെയ്യണം, ആ രോഗികൾ കാണണം. ഒരു ആക്ടർ സക്സസ് ആകുമ്പോൾ എന്താ, വീണ്ടും പ്രൊജക്റ്റുകൾ വരും. ഈ പ്രൊജക്റ്റുകൾ വിജയിപ്പിക്കാനുള്ള ശ്രമം അയാൾ നടത്തും, അയാൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ഇൻഫ്ലുവൻസറും അത് തന്നെ. സുജിത്ത് ഇപ്പോൾ ഇത്ര രാജ്യങ്ങളിൽ പോയി, സുജിത്തിൻ്റെ വീഡിയോ കാണുന്നവരുടെ ആഗ്രഹം എന്താ, സുജിത്ത് ഇനി അടുത്ത ഒരു 10 രാജ്യങ്ങളിൽ കൂടി പോയി അവർക്ക് വീഡിയോ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ആ പ്രഷർ ഇൻഫ്ലുവൻസേഴ്സിനും വരും, ആർക്കും വരും. ഇപ്പോൾ എനിക്കും വരുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്കൊരു ഒരു ബിസിനസ് ഞാൻ വിജയിപ്പിച്ച് കഴിയുമ്പോൾ അവരടുത്ത ബിസിനസ് തുടങ്ങുമ്പോൾ അതും വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് വരും. ഓക്കെ, ചിലപ്പോൾ അത് ഒരു പ്രൊജക്റ്റ് വിജയിപ്പിച്ചതോളം ഈസി ആവണമെന്നില്ല. അത് ശരിയാ അല്ലേ. അപ്പോൾ അവരുടെ പ്രഷർ ഫുൾ എനിക്ക് വരും. അപ്പോൾ പ്രഷർ നമ്മളെല്ലാം താങ്ങാൻ ബാധ്യതയുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അത് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിലും കൺസൾട്ട് ചെയ്യുവാണെങ്കിലും കുറച്ച് പ്രഷർ നമ്മളെ ബാധിക്കാത്ത രീതിയിലെങ്കിലും നമ്മൾ താങ്ങണം. ഓക്കെ, ഈ ക്ലയൻസിൻ്റെ ഒക്കെ ലോങ് ടേം ഡീൽ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ നിങ്ങൾ. അപ്പോൾ ഈ ക്ലയൻസിന്റെ പല ആളുകളുടെയും അപ്സ് ആൻഡ് ഡൗൺസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ശരിക്കും ഈ ലോങ് ടേം ആയിട്ട് ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്തുള്ള പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്താണ്? മോസ്റ്റ്ലി ലോങ് ടൈം ക്ലയൻസിന് പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ് എന്തെങ്കിലും ഞങ്ങളെപ്പോലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഞങ്ങൾ ക്ലയൻസ് ലോങ് ആയിട്ടാണ് ഞങ്ങൾക്കൊക്കെ കുറച്ചുകൂടി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ മനസ്സിലാക്കുകയും നമ്മളെ അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗ്രോ ചെയ്ത് വരാം. ഇപ്പോൾ കേരളത്തിൽ പലപ്പോഴും ഈ പീരിയഡ്, ക്ലയൻറ്റ് പീരിയഡ് എന്നുള്ളത് വളരെ ഷോർട്ടാണ്, പലപ്പോഴും ഷോർട്ടായിട്ട് കാണാറുണ്ട്. കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ലോങ് ടേമിൽ ചെയ്താൽ മാത്രമല്ലേ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം 2 പ്രശ്നങ്ങളുണ്ട്. ഇത് ക്ലയൻറ്റ്, ഈ നമ്മളിപ്പോൾ ക്ലയൻറ്റിലേക്ക് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണെന്ന് നമ്മൾ പറയണം. കാരണം ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്നിട്ടാ നാളെ വരുന്നൊരു സാധനം അല്ല. അത് നമ്മൾ ഈ വർക്ക് എടുക്കുമ്പോൾ തന്നെ ക്ലയന്റിനോട് പറയണം. ഇത് എക്സാമ്പിൾ ഒരു 2-3 മേ ബി 3 ഇയർ എടുക്കാം, 2 ഇയർ എടുക്കാം, 1 ഇയർ എടുക്കാം. ഇത് കുറച്ച് ലോങ് ടൈം ആണെങ്കിൽ പതുക്കെ റിസൾട്ട്സ് വരുള്ളൂ. ഗൂഗിൾ ആഡ്സ് പെർഫോം ചെയ്യുമ്പോൾ സമയം എടുക്കാം. അതേപോലെ ഗ്ലിച്ചസ് ഉണ്ടാവാം, ചിലപ്പോൾ താഴെ പോവാം, വീണ്ടും ട്യൂൺ ചെയ്യാം, അൽഗോരിതം ചേഞ്ച് ചെയ്യും. ലൈക്ക് ഈ ടവേഴ്സിൻ്റെ ലൈക്ക് കണക്ടിവിറ്റി മാറും, ലോക്കലൈസ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ആകുമ്പോൾ ടവർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരാം. ഇത് പലപ്പോഴും നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് ക്ലയന്റിനെ കൺവിൻസ് ഉണ്ടാവില്ല. നമ്മുടെ ലക്ഷ്യം വർക്ക് എടുക്കുക മാത്രമാവും. മനസ്സിലായി. അതുപോലെ നമ്മൾ ഇതെല്ലാം കൺവിൻസ് ചെയ്ത് വർക്ക് എടുത്താൽ ലോങ് ടൈമിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാ ബിസിനസ്സിനെ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഓക്കെ, ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം പോരല്ലോ. അവിടുത്തെ സെയിൽസ്, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ, സെയിൽസ് ആൻഡ് സർവീസ്, അവിടുത്തെ ഫിനാൻസ്, ഇതെല്ലാം സ്ട്രക്ചർ നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിൽക്കുന്ന കമ്പനിയോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം എല്ലാ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഡിജിറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ ചില രീതിയിൽ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുമായിരിക്കും ചെയ്യുക, ചില കേസുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചില ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം പ്രസൻസ് ഉണ്ടാക്കും. ചിലപ്പോൾ ബ്രാൻഡിങ് ഏജൻസി അല്ലെങ്കിൽ ഡിസൈൻസ് ഏജൻസി ആയിരിക്കും ഇത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ
ഞങ്ങൾ റീച്ച് ചെയ്യുകയാണ്. Okay. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യണമെന്നില്ല ഞങ്ങൾ, ചിലപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസ് ആയിരിക്കും. ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണം. അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എല്ലാം പ്രൊമോഷൻ, പിന്നെ SEO, പിന്നെ ചില കേസിൽ നമ്മൾ SEO കൺസൾട്ടൻസി കൊടുക്കും. ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, കൺസൾട്ട് ചെയ്യും. ഇപ്പോൾ e-commerce ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ചിലത് ഞങ്ങൾ ചെയ്യണമെന്നില്ല, അപ്പോൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്യും, ഇന്നൊക്കെയാണ് ആവശ്യം എന്ന് പറയും. പല കമ്പനികളിലും ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിന്റ് ഒരാളുണ്ടാവും, അവർ ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യും. അവരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ വി വിൽ ആഡ് സം സോഫ്റ്റ്വെയർ, നമ്മളത് ട്രാക്ക് ചെയ്യും. കഴിഞ്ഞ മാസം എത്രയായിരുന്നു, അല്ലെങ്കിൽ അവർ പോയിന്റ്. അപ്പം ഇപ്പം പല കമ്പനികൾക്കും അവിടെ ഇൻഹൗസ് ഡിജിറ്റൽ മാർക്കറ്ററും ഉണ്ട്, അവരും ഞങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പല പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളും അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ഈസി ആവുള്ളൂ. അവിടെ പെട്ടെന്ന് റീപ്ലേസ്മെന്റ് വരുമ്പോഴേ എന്ത് പ്രശ്നം പറ്റും, അവിടെയും ഇത് വരും. എപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഒരു ഫെയിമിൽ കുറച്ച് നിന്ന് മനസ്സിലാക്കിയാണ് പോകേണ്ടത്. പെട്ടെന്ന് ഒരു ബിസിനസ് ഓണേഴ്സോ ഒരു മാനേജേഴ്സും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ അവരുടെ ഓഫീസ് ചെയ്തു പെട്ടെന്ന് ഒരു മാജിഷ്യനെ പ്രതീക്ഷിക്കരുത്. പലരും മാജിക്കാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മാജിക്ക് പിടിക്കുക. അവർ ചെയ്യുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യണം. ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ നമുക്ക് പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ വി ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ്, വി ഹാവ് ടു എൻ്റർ സം ഡേറ്റ ഇൻ സം വേ ഇൻ ഷീറ്റ്സ് ഓർ സംതിങ് ലൈക്ക് ദെൻ വി ഹാവ് ടു ട്രാക്ക് ഇറ്റ്. ഇതിപ്പോൾ എനിക്കൊരു സ്ഥാപനം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഒരാളെ വേണം. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു കൺസൾട്ടൻസിയുടെ സഹായം കൂടെ എടുക്കണം എന്നുള്ളതാണ് ബെറ്റർ. അതിപ്പോൾ എല്ലാവർക്കും അത് ഇപ്പോൾ ഒരു ഓഫീസിലോ സ്റ്റാഫിനും കൂടി എക്സ്ട്രാ എടുക്കാൻ പറ്റണമെന്നില്ല. ബേസിക് ആരെ ഹയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം, കുറച്ചെങ്കിലും ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറ്റില്ലെങ്കിൽ ഒരു ഏജൻസീനെ എങ്കിലും ഹയർ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് നമുക്കൊരു ഇൻസൈഡ് കാര്യങ്ങൾ ചെയ്യാനും ഒരു ഏജൻസിന്ന് ചെയ്യാനും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീഡിയോ എടുക്കണം, ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം, ഒരു ഇൻഫ്ലുവൻസറെ വിളിക്കണം, മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഒരു നമ്മുടെ സ്ഥാപനത്തിൽ എന്തായാലും ഒരാൾ വേണം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഒരു വലിയ ഫാമിലിയൊക്കെ എപ്പോഴും ഒരു ഇൻസൈഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളതാണ് നല്ലത്. എങ്ങനെയാണ് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ തപ്പിയെടുക്കുന്നത്? കാരണം ധാരാളം ആളുകളുണ്ട്, ഇവരുടെ എക്സ്പെർട്ടൈസ് ഒക്കെ എങ്ങനെയാണ്? എക്സ്പെർട്ടൈസ് നിൽക്കുന്ന ഇപ്പൊ എല്ലാവരും എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെർട്ടിക്കലും അവർ പറയാം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ആൾക്കാർ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അങ്ങനെ പലപ്പോഴും എത്തിക്കാം. പിന്നെ ഏത് കേസിലും നമുക്ക് നിഷാണല്ലോ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ സുജിത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിനെ നോക്കുക. അപ്പോൾ അവർ നിങ്ങൾ ഏതാ ചെയ്ത് റെസ്റ്റോറൻറ്റ് ഏതാ വിജയിപ്പിച്ചതെന്ന്, അല്ലെങ്കിൽ അവർ ചെയ്തൊരു റെഫറൻസ് വർക്ക് അത് വെച്ച് നിങ്ങൾക്ക് സുജിത്തിനെ ഹയർ ചെയ്യാം. അതാണ് ഏറ്റവും ഈസി ടു ഹയർ ആണ്. ഓക്കെ, നമ്മൾ ഒരു വിജയിപ്പിച്ച ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ അല്ലെങ്കിൽ ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഹയർ ചെയ്തിട്ട് ഇത് എന്നെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഒരാൾ ഒരു പ്രൊജക്റ്റ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ മോഡ്യൂളിലുള്ള പ്രൊജക്റ്റ് വിജയിപ്പിക്കാനുള്ള ആൾ ഹയർ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അതായത് മാർക്കറ്റിങ്ങിൽ അതേപോലത്തെ ഒരു വിജയിച്ച ആളെ ഏജൻസിനെ ഹയർ ചെയ്യുക. പല നല്ല ഏജൻസികളും കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് അവരവിടെ എങ്ങനെയാണ് അവിടെ ഇമ്പാക്ട് ചെയ്തേക്കുണ്ടാകാൻ മനസ്സിലായി, എന്നിട്ട് നമ്മൾ ഹയർ ചെയ്യുക. ഞാൻ എത്ര സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ? ഈ സ്പെൻഡ് പക്ഷെ പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ല തീരുമാനിക്കേണ്ടത്. ശരിക്കും അവിടുത്തെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ പീപ്പിളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇത്ര നമുക്ക് ഇത്ര പരസ്യം കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു യൂണിവേഴ്സിറ്റി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് ആവട്ടെ, എത്ര പരസ്യം കൊടുക്കണമെന്ന് അവിടുത്തെ ഇതാണ് ധരിക്കുന്നത്. ഇത്ര അഡ്മിഷൻസിന് ഇത്ര പരസ്യം കൊടുക്കാം. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പ്രമുഖ മലയാള പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ ആവും എന്നെനിക്ക് കോസ്റ്റ് അറിയാം. അപ്പോൾ അത് ഇത്ര ആളുകൾ കാണുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഒരു ടിവിയില് എനിക്ക് ഇത്ര നാള് പരസ്യം കൊടുക്കണമെങ്കിൽ ഇത്ര സെക്കൻഡിന് ഇത്ര രൂപ വെച്ച് ഇത്ര നാളത്തേക്ക് എനിക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ധാരണ എനിക്ക് അങ്ങനെ ഒരു ധാരണ നമുക്ക് അങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടും. ഏകദേശം ഇത്ര ഇപ്പൊ എക്സാമ്പിൾ ഒരു സെർച്ചിന് ഒരു ക്ലിക്കിന് ഇന്ന സെർച്ച് ചെയ്യുമ്പോൾ ഇത്ര ക്ലിക്കിന് ഇത്ര 10 ലക്ഷം ആൾക്കാരെ എന്റെ ഒരു പ്രോഡക്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം അത് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വീഡിയോ ഓടിക്കും, ഒരു വീഡിയോ ഒരു ഇത്ര ആളുകളെ കാണിക്കുന്ന ചാർജ്
വേരി ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ സാധാരണ ചെയ്യുമെങ്കിൽ 50 പൈസ ഒരു വ്യൂ എന്ന് വിചാരിക്കുക. ഏകദേശം കാരണം ഗൂഗിളിൻ്റെ റേറ്റിംഗ് ഒന്നും അങ്ങനെ ഫിക്സഡ് റേറ്റ് അല്ല, പക്ഷേ ഒരു ആവറേജ് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ കാണിക്കണം 50 പൈസയാണ് ഒരു വീഡിയോ കാണിക്കണമെന്ന് വിചാരിക്കുക. ഈ 50 പൈസ കൂടുന്നത് എപ്പോഴാണ്? നമ്മുടെ ഓഡിയൻസ് സെലക്ഷൻ കുറയും. ഓഡിയൻസ് സെലക്ഷൻ നാരോ ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്പെൻസ് കൂടും. അങ്ങനെയുണ്ട്, അതെപ്പോഴും അങ്ങനെയാണ്. പക്ഷേ റിസൾട്ട് കിട്ടും. അതെ, അതിന് റിസൾട്ട് കിട്ടും. അതേപോലെയാണ് SEOയിലും ലോങ് ടെയിൽ കീവേഡ്സ് കൺവേർട്സ് എന്ന് പറയുക. ലോങ് ടെയിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ബെസ്റ്റ് റിസോർട്ട്സ് ഇൻ മൂന്നാർ വിത്ത് സ്വിമ്മിംഗ് പൂൾ, ബെസ്റ്റ് പ്ലാന്റേഷൻ റിസോർട്ട് ഇൻ മൂന്നാർ വിത്ത് ട്രീ ഹൗസ്. ബെസ്റ്റ് പ്ലാന്റേഷൻ റിസോർട്ട് ഇൻ മൂന്നാർ വിത്ത് ട്രീ ഹൗസ് എന്ന് പറയുമ്പോൾ ആ ഇൻറ്റൻറ്റ് പലപ്പോഴും ജനറേറ്റ് ചെയ്തേക്കുന്ന ഒരു ബയർ മൈൻഡ് സെറ്റിൽ നിന്നാണ്. അവർക്കത് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ ജസ്റ്റ് റിസോർട്ട്സ് ഇൻ മൂന്നാർ ആര് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിപ്പോൾ ലക്ഷറി ആവണമെന്നില്ല, ബഡ്ജറ്റ് റിസോർട്ട്സ് ആവണമെന്നില്ല. അപ്പോൾ ലോങ് ടെയിൽ കീവേഡ്സ് കൺവേർട്ട്സ് എന്ന പോലെ നമ്മളുടെ യൂട്യൂബ് വീഡിയോ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് കറക്റ്റ് ഓഡിയൻസിലേക്ക് ആകുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കൂടും. ചിലപ്പോൾ ഈ പറയുന്ന 50 പൈസയ്ക്ക് 5 രൂപയാവും, അല്ലെങ്കിൽ 10 രൂപയാവും. പക്ഷെ അവിടെ കൺവേർഷൻ നടക്കും. അപ്പോൾ നമ്മൾ ആർട്ടിക്കിളാണെങ്കിലും നമ്മളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുമ്പോഴും എല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യിക്കാൻ വന്ന ലോങ് ടെയിൽ കീവേഡ്സിന് വേണ്ടി മാത്രമായിരിക്കണം കൺവേർട്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഒരു സിനാരിയോ പറയുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ കുറേ കാണുന്നവർക്കും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്. എൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങേണ്ടത് 12ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഈ 12ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ? ഏജ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. 18+ ആണ് എനിക്ക് ഫേസ്ബുക്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ പോട്ടെ, അല്ലെ അത് വിട്ടേ മാച്ചു. എനിക്ക് എൻ്റെ റിസോർട്ട് തന്നെയാണെന്ന് ഇരിക്കട്ടെ, എൻ്റെ റിസോർട്ടാണ്. എനിക്ക് എൻ്റെ റിസോർട്ട് ഹണിമൂൺ കപ്പിൾസിനെ മാത്രം മതി. ഹണിമൂൺ കപ്പിൾസിനെ മാത്രം എനിക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹണിമൂണിന് വരുന്ന, അതായത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത് സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇൻറ്റൻറ്റ് നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഹണിമൂൺ എന്നുള്ള സെർച്ച് വരുന്നു, അതിനുള്ള ടാർഗറ്റ് ചെയ്യാൻ പറ്റും. എൻഗേജ്ഡ് ആയുള്ളവരെ കാണിക്കാൻ പറ്റും. ഇപ്പൊ എൻഗേജ്ഡ് ആകുമ്പോൾ അവർ ഇടണമെന്നൊന്നുമില്ല. അവരുടെ സെർച്ച് ഇൻറ്റന്റുകളെല്ലാം ഇതനുസരിച്ച് മാറും. ഇൻറ്റന്റുകളെല്ലാം ഇതനുസരിച്ച് മാറും. നമ്മൾ ഫോൺ എടുത്ത് ഫേസ്ബുക്ക് ഓൺ ആക്കി ഇപ്പൊ മിക്കവാറും എനിക്ക് ഇപ്പൊ ഹണിമൂൺ റിസോർട്ടിന്റെ ഒരു പരസ്യം ചിലപ്പോൾ വരും. അതും വരാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഗൂഗിളിൽ ഇത്തരം കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏജ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അപ്പോൾ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യണം, ഇപ്പോൾ ഈ റിസോർട്ട്സിൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആ സെർച്ച് ചെയ്യുമ്പോൾ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 22 അല്ലെങ്കിൽ 30 ഏജിനിടയിലുള്ള ആ ഏജ് ഗ്രൂപ്പിനുള്ള ആ ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ പല കാറ്റഗറി, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഡേറ്റനെ ഇതെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ കാണിക്കാം. പിന്നെ അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും റീമാർക്കറ്റ് ചെയ്യാം. അപ്പോൾ അവരൊന്ന് സെർച്ച് ചെയ്തു, ഹണിമൂൺ റിസോർട്ടിന് മൂന്നാർ സെർച്ച് ചെയ്തു, ദെൻ അവർ ഫേസ്ബുക്കിൽ എടുക്കുമ്പോഴെല്ലാം ഈ ആഡ് കാണിക്കാം, റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി കൺവേർഷൻ കിട്ടും. മാർക്കറ്റ് ചെയ്ത് കൺവേർഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ലീഡ് എടുക്കുമ്പോഴാണോ? എന്തും കൺവേർഷനാണ്. കൺവേർഷൻ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് പെർഫോമൻസ് മാർക്കറ്ററോ അല്ലെങ്കിൽ ആ ബിസിനസ് ആണ് കൺവേർഷൻ ഡിഫൈൻ. അത് മേ ബി ലീഡ് ആവാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ആവാം, അല്ലെങ്കിൽ കോൺടാക്ട് ഫോം സബ്മിഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വ്യൂ ആവാം, എന്തും ആവാം. ഇപ്പം ഇതാണ് ശരിക്കും പെർഫോമൻസ് മാർക്കറ്റിംഗ്. അതിൽ ഈ പറയുന്ന കൺവേർഷൻ നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഗൂഗിൾ ആഡ്സിൽ നമ്മൾ കൺവേർഷൻ ഏതാ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യും. ആ കൺവേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺവേർഷനായി. ഇനി പിന്നെ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് പിന്നെ സ്പൈസസ് ആണെന്ന് വിചാരിക്കുക. കാർഡമം സെർച്ച് ചെയ്തു, ഒരാൾ ഗൂഗിളിൽ കാർഡമം സെർച്ച് ചെയ്തു, ദെൻ ഗൂഗിൾ ആഡ്സ് എത്തി. കാർഡമം സെർച്ച് ചെയ്തിട്ട് കാർഡമം സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ദെൻ അയാൾ വെബ്സൈറ്റിലെത്തി, ബൈ ചെയ്തില്ല. ഓക്കെ, ദെൻ വീണ്ടും അവർ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ വീണ്ടും ആ പരസ്യം കണ്ടു, ബൈ ചെയ്തു. അപ്പോൾ ശരിക്കും ഇതിൻ്റെ സോഴ്സ് ഓഫ് പർച്ചേസ് എവിടെ നിന്നാണ്? മേ ബി അല്ലേ, അത് ഗൂഗിളിൽ കണ്ടിട്ടാവാം, പക്ഷെ ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്തരം കേസുകൾ നമുക്കതിനൊരു വാല്യൂ ആഡ് ചെയ്യാം. പല ഒരു വാല്യൂ, ഈ പർച്ചേസിന് ഒരു വാല്യൂ. അതായത്
ഇതിന് എത്ര പെർസെൻറ്റേജ് ആണ് ഇതിന് ഈ ഡിസിഷനിൽ ഗൂഗിള് സപ്പോർട്ട് ചെയ്ത്, എത്ര പെർസെൻറ്റേജ് ആണ് ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡ് വീണ്ടും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ യൂട്യൂബിൻ്റെ ഒക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് സോഷ്യൽ മീഡിയ? അതെനിക്ക് തോന്നുന്നതുണ്ടല്ലോ, ഇതിപ്പോൾ സുജിത്തിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് സുജിത്തിന് അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയത്. ഓക്കെ, എന്നോടും പലരും ചോദിക്കാറുണ്ട് AI വന്നല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന്. ഇത് കൃഷി ചെയ്യുന്നവരോടും ചോദിക്കാറുണ്ട്. ഇനി ആരെങ്കിലും ഇത് ഇപ്പോൾ ക്ലൈമറ്റ് മാറുവാണല്ലോ കൃഷി ചെയ്യുന്നവരുണ്ട്. ടീച്ചേഴ്സിനോട് ചോദിക്കും ഇനി ടീച്ചറിങ് ഒക്കെ പഠിക്കണോ, എല്ലാവരും AI വന്നില്ലേന്ന്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിത് വർക്ക് ചെയ്യാന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനൊക്കെ ഭയങ്കര പോസിബിലിറ്റിയാണ്. ട്രാവൽ ആളുകൾ കാണാൻ ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഇപ്പോൾ ഈ IPL കഴിഞ്ഞു അല്ലേ, IPL എത്ര പേരാ കണ്ട് അല്ലേ? IPL അധികം പേര് കണ്ടു. ക്രിക്കറ്റ് കളിക്കുന്നവരാണോ കളി കാണുന്നത്? ഞാൻ കണ്ടില്ല. അല്ല, പക്ഷെ ബിഗ് ഓഡിയൻസ് കണ്ടു. കളിക്കുന്നവർ മാത്രമല്ല കളി കാണുന്നത്, താല്പര്യമുള്ളവരും അല്ലേ. ഇപ്പൊ ഗെയിമിംഗ് ഉണ്ട്, ഗെയിം കളിക്കുന്നേക്കാളും കൂടുതൽ ആളുകൾ ഗെയിം കാണുന്നുണ്ട്. ഇതേപോലെയാണ് ട്രാവൽ ഇൻഡസ്ട്രി. ട്രാവലിൽ ആളുകൾക്ക് പോകുന്നേക്കാളും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, പോകുന്ന വീഡിയോസ് കാണും. അപ്പോൾ ട്രാവൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു എന്താ പറയുക, ആളുകൾക്ക് പല അഭിപ്രായം പറയും എന്ന് മാത്രമേ ഉള്ളൂ. ഐ ആം വെരി പോസിറ്റീവ്, എക്സ്ട്രീംലി പോസിറ്റീവ് അബൌട്ട് ഇറ്റ്. അല്ല, ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ മാത്രമല്ല, എന്തായാലും ഈ സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവങ്ങൾ ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അതായത് ഒരു ബൈങ് ടച്ച് പോയിന്റ്സ് എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയാണ് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഇത്രയും ഈ ഗൂഗിളിൻ്റെ പല ടൂൾസും പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആളുകൾ ആ ടൂളിൽ വെച്ച് ഡിസിഷൻ എടുക്കുമ്പോഴാണ്. അതായത് ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ബെസ്റ്റ് ഹോട്ടൽ എന്ന് കാണുന്നു, അവർ അവിടെ നിന്ന് ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു, അത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന റെസിപ്പി യൂട്യൂബിൽ കാണുന്നു, അതനുസരിച്ച് അയാൾ ഫുഡ് ഉണ്ടാക്കുന്നു. അവിടെ കൺവേർഷൻ നടന്നു യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഒരു ട്രാവൽ ഇൻഫ്ലുവൻസർ സുജിത്തിൻ്റെ ഒരു വീഡിയോ കാണുന്നു, അയാളൊരു ഡിസിഷൻ നടത്തുവാണ്. ഓക്കെ, ഈ പ്രാവശ്യം ഞാൻ ഗോവയിൽ പോകാം, സുജിത്തിൻ്റെ വീഡിയോ കണ്ടിട്ട്. അവിടെ കൺവേർഷൻ നടന്നു. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർക്ക് ഡിസിഷൻ നടത്താൻ പറ്റുന്നിടത്തോളം കാലം ഗ്രേറ്റ്. എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. യെസ് അല്ലേ. താങ്ക് യു സോ മച്ച് ബോബിറ്റ് ഫോർ കമ്മിങ് ടു മൈ ചാറ്റ് വിത്ത് ഭക്തൻ. അടിപൊളിയല്ലേ? ഓക്കെ, താങ്ക് യു. എന്തായാലും ഗംഭീരമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.